ദൈവത്തിന് മഹത്വം. കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് സ്തോത്രം. ക്ഷണിച്ച കർത്തദാസനും ഈ മാന്യ സഭയ്ക്കും ഒരിക്കൽ കൂടി നന്ദി ചൊല്ലുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുവദിച്ചാൽ ഇന്ന് രാത്രിയിലും നാളെയുമൊക്കെ അങ്ങ് മാർത്താണ്ഡത്തിനപ്പുറം കൺവെൻഷനും പകൽ യോഗങ്ങളും ഉണ്ട്. അപ്പോൾ കടന്നു പോകേണ്ടതുണ്ട്. അതുകൊണ്ട് കൃത്യസമയത്ത് തന്നെ പകൽ യോഗം നിർത്തും. ദൈവത്തിന് മഹത്വം. ദീർഘദൂരം യാത്ര ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ കാണിച്ച എല്ലാ സ്നേഹത്തിനും സഹകരണത്തിനും ദൈവത്തിന് മഹത്വം. നിങ്ങൾക്ക് നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വായിച്ച തിരുവെടുത്ത് ഒരിക്കൽ കൂടി വായിക്കണം. നമ്മൾ ചിന്തിച്ചു വരുന്നത് ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. എന്താണ്? ഒറ്റ വാക്യം പറഞ്ഞാൽ 5-ാം വാക്യത്തിൻ്റെ ഒടുവിലാണ്. യാത്ര ചെയ്ത ഇസ്രായേൽ മക്കളെ, മരുഭൂമിയിൽ പ്രയാണം ചെയ്തവരെ പലരെയും തെള്ളിയിട്ട് കളഞ്ഞു. ആ കാര്യം നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അപ്പോൾ അവരെ തെള്ളിയിടാൻ ഉള്ള കാരണം, വെറുതെ തെള്ളുകയല്ല, തള്ളാനുള്ള കാരണം അതാണ് നമ്മൾ ചിന്തിച്ചു വരുന്നത്. ഒരിക്കൽ കൂടി വാക്യം വായിച്ചു. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. ഇത് നമുക്ക് ദൃഷ്ടാന്തമായിട്ട് സംഭവിച്ചു. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. 1000 കോടി വാനഗോളങ്ങളെ താണ്ടി, 1000 കോടി വാനഗോളങ്ങളെ താണ്ടി പോയിടും നിൻ മാർഗമൂഹിക്കാവതോ. കാണും ഗഗനതലമതു മനുജഗണനയും അതിജയിച്ചുയരും വിധൗ തവ ഭാഗ്യമഹിമയെ വാഴ്ത്താനാവതോ. സൗഖ്യം ലേശമെങ്കിലും ഉറപ്പാനാവിതോ. സൗഖ്യം ലേശമെങ്കിലും ഉറപ്പാനാവിതോ. മേലിലുള്ള യെരൂശലേമേ കാലമെല്ലാം കഴിക്കുന്ന, മേലിനുള്ള യെരൂശലേമേ കാലമെല്ലാം കഴിക്കുന്ന നാളിലെന്നെ ചേർക്കണേ നിൻ കൈകളിൽ. നാഥാലളിത കൃപയുടെ മനുജമനുദിനമനുഭവിപ്പതിനരുളണേ സഭയാകുമി പുഷ്പമാം സാധുനൈതലിൽ. നിന്റെ പാലനം അല്ലാതെ എന്തി, ചേർന്ന് പാട്, നിന്റെ പാലനം അല്ലാതെ എന്തി. കലങ്ങൾക്കിടയിൽ നീയാകുലയായി കിടന്നാലോ നാഗനാഥൻ കടാക്ഷിക്കും നിൻ മേൽകാന്തൻ. പ്രേമരസമധുഭവതിയുടെ മനമാചുതന്നിലൊഴിക്കവേ പരമാത്മചൈതന്യം പൂമാകയാൽ നീയും വാനലോകെ പറന്നേറും പ്രാവു പോൽ. നീയും വാന ബാലസൂര്യകാന്തി കോലും ചേലഴും ചിറകിനാൽ നീ മേലുലകം കടക്കുന്ന കാഴ്ചയെ പോരാ കനകമണി പോറ്റു ഗണിക സുതരൊടു സഹിതമാഴിയിലാണിടും തവ ബാബിലോൺ ശിക്ഷയാം ഘോര വീഴ്ചയെ. കാൺമാൻ ബാലനീ വന്നേ ഗണം നിൻ വേഴ്ചയെ. കാൺമാൻ ബാലനീ വന്നേ ഗണം. 1000 കോടി വാനഗോളങ്ങളെ താണ്ടി പോയിടും നിൻ മാർഗമൂഹിക്കാവതോ. കാണും ഗഗനതലമതു മനുജഗണനയും അതിജയിച്ചുയരും വിധൗ തവ ഭാഗ്യമഹിമയെ വാഴ്ത്താനാവതോ. സൗഖ്യം ലേശമെങ്കിലും സൗഖ്യം ലേശമെങ്കിലും ഉറപ്പാൻ.
മണവാറക്കടുത്തു നീയണയും സമയത്തു ശ്രീമഹാരാജ്ഞിയെ നിന്നെ കാണുവാൻ സ്വർഗാഗാമിനി ഗണമമിത കുതുകമൊടാതരാലരികെ വരും തവ കൈകളെ കാന്തൻ പിടിക്കും മോദവ നിത്യ സ്നേഹഭാവ നിത്യ സ്നേഹഭാവനത്തിനുള്ളിൽ. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ആ പാട്ട് മൊത്തം പാടണമെന്നുണ്ട്, നിങ്ങളിത് കാണിക്കുന്നതുകൊണ്ട് പാടുന്നുണ്ടെങ്കിലും വചന ശുശ്രൂഷയ്ക്ക് സമയം ആവശ്യമാണല്ലോ. ദൈവത്തിന് മഹത്വം. പഴയ പാട്ടുകളാണ് ഇഷ്ടം. അത് ആസ്വദിക്കുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൻ്റെ പ്രാരംഭവാക്യം. അതിഥികളായി വന്ന പ്രിയപ്പെട്ടവര്, ഈ ശുശ്രൂഷയ്ക്ക് സംബന്ധിക്കുന്ന കർത്തൃദാസന്മാർ, വിശേഷിച്ച് ബഹുമാനപ്പെട്ട ഡോക്ടർ, എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി വന്ദനം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൂരത്തിരുന്ന് യോഗം ശ്രദ്ധിച്ച് വീക്ഷിക്കുന്നവരും ഇതിന് ശേഷമായിട്ട് ഇത് ആരെങ്കിലും കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നെങ്കിൽ അവർക്കും വന്ദനം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചിരിക്കുന്നു. എന്താണ് നമ്മൾ ചിന്തിച്ചു വരുന്നത്? ഇസ്രായേൽ മക്കൾ യാത്ര ചെയ്തു വരുന്ന വേളയിൽ കനാനിൽ പ്രവേശിക്കുന്നതിനൊക്കെ മുമ്പ് മരുഭൂമിയിൽ ഇവരെ പലരെയും തെള്ളിയിട്ടു. പിശാച് തെള്ളിയിട്ടതല്ല, ദൈവം തെള്ളിയിട്ടതാണ്. സ്തോത്രം. ചിലപ്പം ദൈവം പിശാചിന്റെ കയ്യിലും കൊടുക്കും തെള്ളിയിടാൻ. ദൈവം അനുവദിക്കാതെ ഒന്നും വരികയല്ല. അപ്പോൾ ഇവരെ മരുഭൂമിയിൽ തള്ളിയിട്ടു. ഇവർ രക്ഷിക്കപ്പെട്ടവരാ, സ്നാനപ്പെട്ടവരാ, ആത്മസ്നാനം പ്രാപിച്ചവരാ, അപ്പം ഭക്ഷിച്ചവരാ, പാറയിന്ന് വെള്ളം കുടിച്ചവരാ. പക്ഷേ അങ്ങെത്താനും ഒത്തില്ല, മരുഭൂമിയിൽ ഇവരെ തള്ളിക്കിട്ടു. അതിൻ്റെ ഒന്നാമത്തെ കാരണം ഇന്നലെ നമ്മളൊന്ന് ചിന്തിച്ചു. എന്തുവാ? ബാൽപെയോറിനോട് ഇവര് ചേർന്നു. ബിലയാമിന്റെ ഉപദേശത്തോട്, ബിലയാമിന്റെ അഭിപ്രായത്തോട് യോജിച്ചു. 3 പദമാ പുതിയ നിയമത്തിൽ. ബിലയാമിന്റെ വഞ്ചന, ബിലയാമിന്റെ ഉപദേശം, ബിലയാമിന്റെ വഴി. അപ്പോൾ ബിലയാമിന്റെ വഴി ഒറ്റ വാക്കിലങ്ങ് മറുപടി പറയാം: ഏത് വിധത്തിലും കാശുണ്ടാക്കുക. അതാണ് ബിലയാമിന്റെ വഴി. അല്ല, ആരെ കൊലയ്ക്ക് കൊടുത്തേച്ചാന്നേലും കാശുണ്ടാക്കുക. ഇതാണ് ബിലയാമിന്റെ വഴി. ആ ബിലയാമിന്റെ ഉപദേശത്തോട് ഇവർ ചേർന്നു. പിന്നെ വഴിവിട്ടുള്ള കാര്യങ്ങൾക്ക് അവന് ചാലൊരുക്കി കൊടുത്തു. അതാണ് പിന്നെ അവൻ ഈ സുഭാഷിതവും കൂടെ ചൊല്ലി. നല്ലതെല്ലാം പറഞ്ഞ ചൊടുവിൽ ഇതുകൂടെ ഒന്ന് ഒപ്പിച്ചു കൊടുത്തേച്ചു പോയി. അതാണ് 24-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടത്. ഇടയ്ക്ക് പുള്ളി പറഞ്ഞു, ഭക്തൻ മരിക്കുന്നത് പോലെ എനിക്കൊന്ന് മരിച്ചാൽ കൊള്ളാരുതെന്നൊക്കെ പുള്ളി പറഞ്ഞു. ഭക്തൻ മരിക്കുന്നത് പോലെ എനിക്ക് മരിക്കണം. ആ 23-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം ഒന്ന് വായിച്ചേ. യാക്കോബിന്റെ ധൂളിയെ ആർക്കെണ്ണാം? ഇസ്രായേലിന്റെ കലാംശത്തെ ആർക്ക് ഗണിക്കാം? ഭക്തന്മാർ മരിക്കും പോലെ ഞാൻ മരിക്കട്ടെ. ഭക്തന്മാർ മരിക്കുന്നത് പോലെ ഞാൻ മരിക്കട്ടെ. നല്ല ആഗ്രഹമാ. പക്ഷേ നാടൻ ഭാഷ പറഞ്ഞാൽ ചത്തത് അങ്ങനൊന്നും അല്ല. എങ്ങനെയാ മരിച്ചേ? കേറി മിദ്യാന്യത്തിൽ മറ്റ് ഭൗതിക നന്മകളൊന്നും ലഭിച്ചില്ലെങ്കിലും, ലഭിക്കുന്നതിനെതിരല്ല, എല്ലാവർക്കും ലഭിക്കട്ടെ. അഥവാ ലഭിച്ചില്ലെങ്കിലും നാം അങ്ങ് ചെല്ലുക എന്നുള്ളതാ വിഷയം. ഇവിടെ ചിലപ്പം മിടുക്ക് ഉണ്ടെന്ന് ചിലപ്പോൾ പറയുകയല്ല, മിടുക്കനല്ല, പൊട്ടനാന്നൊക്കെ പറയും. അങ്ങനെ ഇരിക്കട്ടെ, അങ്ങ് ചെല്ലുന്നതാ വിഷയം. സ്തോത്രം. അപ്പോൾ ഒന്ന്, ഇവര് ബിലയാമിനോട് ചേർന്നു, അല്ലെങ്കിൽ ബിലയാമിന്റെ ഉപദേശത്തോട് ചേർന്നു. അതുകൊണ്ടാണ് ഇവരെ മരുഭൂമിയിൽ തെളിയിടാൻ ഒരു കാരണം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മസ്നാനം പ്രാപിച്ച് തിരുമേശിക്കെടുത്തൊരു ദൈവ പൈതൽ ഈ വിധ അനുഭവങ്ങളിൽ പെടാത്തൊരു വ്യക്തിയുമായി ബന്ധത കൂടാൻ പ്രമാണമില്ല. ഇന്നലെ ഞാൻ സൂചന തന്നല്ലോ, നിങ്ങൾക്കും അറിയാം. അങ്ങനെ കൂടിയതിന്റെ കുഴപ്പം യഹോശാഫാത്ത് ആഗാവുമായിട്ട് സംബന്ധം കൂടി. ആ 18-ാം അധ്യായത്തിന്റെ 1ഉം 2ഉം വായിച്ചത്. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 18-ാം അധ്യായത്തിന്റെ 1-2 തിരുവെടുത്തുകൾ. യഹോശാഫാത്തിന് ധനവും മാനവും വളരെ ഉണ്ടായി. അപ്പൊ ധനമുണ്ട്, മാനമുണ്ട്. ഇതിന്റെ രണ്ടിനും ആണല്ലോ ആൾക്കാര് ഓടിക്കൊണ്ടിരിക്കുന്നതും കടിപിടി കൂട്ടുന്നതും. അതാണല്ലോ നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടുവരുന്നതും. എന്തൊക്കെയാ? ധനവും, അങ്ങാടി വന്ദനം, പള്ളി മുഖ്യാസന, ആൾക്കാരെല്ലാം റബ്ബി എന്നൊക്കെ വിളിക്കുന്നത് വലിയ ഇഷ്ടമാണ്. സ്തോത്രം.
നോട്ടീസിൽ പേര് പോലും ചെറുതായിട്ട് വെച്ച് ആ നോട്ടീസ് എല്ലാം കത്തിച്ച് കളഞ്ഞേച്ച് വേറെ നോട്ടീസ് അടിച്ച ചരിത്രം നമുക്കറിയാം. പേര് ചെറുതായിപ്പോയി. ഇപ്പം പ്രസ്സിലുള്ളവർക്ക് അറിയാവോ റവറൻ്റ് ഏതാ, ഡോക്ടർ ഏതാ, ലോക്കൽ ഏതാന്ന് അവരിൽ നോക്കി വല്ല ഉപദേശിമാരായിട്ടിരിക്കുന്നു അവർ വെച്ച്. അപ്പം മെയിൻ ആളുടെ പേര് വലുതാക്കിയില്ല, മുഴുവൻ കത്തിക്കടാന്ന് പറഞ്ഞു. കത്തിച്ച് വെച്ച് പുതിയതടിക്കാൻ നിങ്ങൾ രണ്ടും ഏതാണ്ട് പറഞ്ഞു. ഞാൻ ശരിയെ പറയുവോളല്ലോ, പിന്നെ ദൈവത്തിന് മഹത്വം. പേരും പ്രശസ്തി. അപ്പോൾ ഇവിടെ അതിനുവേണ്ടിയുള്ള കടിപിടി കൂട്ടുക. യഹോശാഫാത്തിന് ധനവും മാനവും വളരെ ഉണ്ട്. ഈ കാശും മാനവും ഒക്കെ കണ്ടമാനം വന്നു കഴിയുമ്പം പ്രമാണം വിടും ചിലര്, എല്ലാവരും അല്ല, ചിലര്. എല്ലാവരുടെയും കാര്യം പറയാനൊക്കത്തില്ല. നല്ല രീതിയിൽ പോകുന്ന ആൾക്കാർ ഇന്നുമുണ്ട്. എന്നാൽ മിക്ക ആൾക്കാരും ധനവും മാനവും വരുമ്പോൾ പ്രമാണം വിടുക. ഇവിടെ ആഭരണത്തിനെതിരെ നന്നായി പ്രസംഗിച്ച ഉപദേശിമാര് അമേരിക്ക ചെന്ന് അവരിട്ടില്ലെങ്കിലും മക്കളല്ല ഇടാൻ തുടങ്ങി. കുറ്റമായിട്ട് ചിന്തിക്കരുത്. മരുന്നെടുക്കാത്തവർക്ക് കർത്തൃമേശ കൊടുക്കാത്ത ഉപദേശി ഒടുവിൽ മരുന്ന് ഫ്രിഡ്ജിൽ വെച്ചാണ് ഇഞ്ചക്ഷൻ ചെയ്തത്. മരുന്ന് എടുക്കുകയോ എടുക്കാതിരിക്കുകയോ രണ്ടാമത്തെ വിഷയം. ഞാനിതിൻ്റെ ഒരു വശമായി പറയാൻ, സഭയിലെ ഒരു സഹോദരൻ രണ്ടാമത് വിവാഹം കഴിച്ചു. ആ സഹോദരനെ മുടക്കി. ന്യായവും ന്യായക്കേട് അവിടെ നിൽക്കട്ടെ. ആ മുടക്കിയ പുള്ളിയുടെ മക്കളെ 3 കെട്ടിച്ചു. മറ്റവൻ 2 കെട്ടിയുള്ളൂ. നിങ്ങൾ സ്തംഭിച്ചിരുന്നതാണോ അതോ കേരളത്തിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ലണ്ടനിലാണെങ്കിലും കാനഡയിലാണെങ്കിലും ബൈബിൾ ഇത് തന്നെ. സ്തോത്രം. ആട്ടെ, ഞാൻ അങ്ങനെയുള്ള വിഷയത്തിൽ പിന്നെ വരുന്നുണ്ട്, അതുകൊണ്ട് ഇപ്പൊ ഇടയ്ക്ക് കയറുന്നില്ല. ദൈവത്തിന് മഹത്വം. ഈ ഇരിപ്പ് കണ്ടിട്ട് മിക്കവാറും അങ്ങ് വരുവാൻ ഒക്കുവെന്നും തോന്നുന്നില്ല. അപ്പൊ ശ്രദ്ധിക്കുക, ധനവും മാനവും കണ്ടമാനം കണ്ടു കഴിഞ്ഞപ്പോൾ പ്രമാണം വിട്ടു. യഹോശാഫാത്തിന് ധനവും മാനവും വളരെ ഉണ്ടായിരുന്നവൻ ആഗാബുമായിട്ട് കണ്ടോ, നേരെ സംബന്ധം കൂടിയത് ആഗാബ് ഇസ്രയേലിലെ രാജാവാ. അവന്റെ മുൻഗാമികളാ സിമ്രി, ഒമ്രി. അതിന്റെ മൂത്ത പുള്ളിയാണ് എബ്രയീം ഗോത്രത്തിന്റെ നെബാത്തിന്റെ മകൻ യൊരേബയ. അവന്റെ പിന്തുടർച്ചക്കാരായി വരും. അവൻ ദാനിലും ബദലും 2 കാളക്കുട്ടി ഉണ്ടാക്കി യെരൂശലേമിലേക്ക് ജനം പോകാതിരിക്കാൻ. വിഗ്രഹസേവയ്ക്ക് അടിസ്ഥാനം ഇട്ടുകൊടുത്തു. പക്ഷവും കക്ഷിയും തരംതിരിവും. അതിന്റെ പിന്തുടർച്ചക്കാരാ സിമ്രി, ഒമ്രിയൊക്കെ. പിന്നെ വന്ന ആൾ ആഗാബ്. അവന്റെ ഭാര്യ സീദോന്യ രാജാവാക്കുന്ന ഇഗ്ബാലിന്റെ പുത്രി ഈസബേല്. അവിടെ കസ്റ്റഡിയിൽ ഒരു 10-400 പ്രവാചകന്മാരുണ്ട്. അത് സ്പെഷ്യൽ കേസാ. ഇവിടെ ഓൾറെഡി ഒരു 450 എണ്ണം ഉണ്ട്. അങ്ങനെ 450, 400, 850. അശേരയുടെയും ബാലിന്റെയും വേദചിന്തകന്മാര് ചിലത് പറയുന്നത് ഇസബേലിന് ഇങ്ങോട്ട് കല്യാണം കഴിച്ചു വിട്ട കൂട്ടത്ത് സീതനത്തിന്റെ കൂടെ ഒരു 400 പ്രവാചകന്മാരെയും കൊടുത്തുന്ന. അപ്പൊ അവിടുന്ന് വന്ന ഒരു 400-ഉം ഇവിടുത്തെ ഒരു 450. പണ്ടൊക്കെ നമ്മുടെ കൺവെൻഷൻ നോട്ടീസുകളിൽ ഒരു പ്രയോഗമുണ്ട്, സ്വദേശീയരും വിദേശീയരുമായ ദൈവദാസന്മാർ. അത് ഇതിന്റെ വാങ്ങല. അവിടുത്തെ ഒരു 400-ഉം ഇവിടുത്തെ ഒരു ആട്ടെ. ഈ സ്ത്രീയെ പറ്റി വായിക്കുന്നത് ഇവളെ ശുദ്രം ചെയ്യുന്നവളാ. മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞ കൂടോത്രക്കാരിയാ. അതുകൊണ്ടല്ലയോ യേഹുവിനെ അഭിഷേകം ചെയ്ത് അഭിഷേകത്തിന്റെ ശക്തിയിൽ യേഹു ഇങ്ങോട്ട് വരുക. ഇസ്രയേലിലെ അരമന ലക്ഷ്യമാക്കി യേഹു വരികയാണ്.
ഏലിയാവിനെ ദൈവം വിളിച്ചത് ആഹാബിന്റെ കുടുംബം തകർക്കാൻ വിളിച്ചത്, അത്ര അഭിഷേകമാണ്. പക്ഷെ പുള്ളി ഇടയ്ക്ക് തള്ള പറഞ്ഞു ഓർത്ത് പേടിച്ചു, ആകെ പരുവക്കേടായി. പിന്നെ ദൈവം തട്ടി ബലപ്പെടുത്തി ചാകാൻ കിടന്ന് പുള്ളിയോട് പറഞ്ഞു, ഇപ്പൊ ചാകത്തില്ല, ഇവിടെ നിന്ന് കിടത്തി കൊല്ലുകയല്ല, എഴുന്നേക്കാൻ പറഞ്ഞു. ആ ആഹാരത്തിന്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും നടന്ന് ദൈവത്തിന്റെ പർവ്വതം ഹോരേവ് വരെ എന്ന. അത് കഴിഞ്ഞ് പറഞ്ഞു, ഇപ്പൊ ചാകത്തില്ല, അങ്ങനെ ഇങ്ങനൊന്നും അല്ല കൊല്ലുന്നത്, എടുത്തോന്നും പറഞ്ഞ് നീ ചൂരച്ചേട്ട് കിടക്കുക, ഇങ്ങനൊന്നും അല്ല എടുക്കുന്നത്, വേറെ മോഡലിലാണ് നിന്നെ എടുക്കുന്നത്. നമ്മുടെ വിചാരമല്ലല്ലോ ദൈവത്തിന്റെ വിചാരം. ഏലിയ അവിടെ ചെന്ന് കിടന്ന് പറഞ്ഞ്, എടുത്തോ കർത്താവേ, ശുശ്രൂഷയൊക്കെ ഒത്തിരി ചെയ്തു, ഇനി അധികം ശുശ്രൂഷയൊന്നും എടുത്തു. തമ്പുരാൻ പറഞ്ഞു, എടുക്കാം, ഇങ്ങനൊന്നും അല്ല എടുക്കുന്നേ, വേറെ രീതിയിലാണ് എടുക്കുന്നേ. അഗ്നിമയ രഥങ്ങളും അശ്വങ്ങളും ആകാശത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ആമേൻ ആത്മാവിന്റെ ശക്തിയുള്ള കാറ്റിനാൽ നിന്നെ എടുക്കാൻ പോവുക. അതൊന്നും പറഞ്ഞില്ല. എന്നിട്ട് പറഞ്ഞു, നീ ചെന്ന് നിമിഷിയുടെ മകൻ യേഹൂവിനെ അഭിഷേകം ചെയ്യണം. 12 ആളെ പൂട്ടുന്ന എലീശയുണ്ട്, അവനെ അഭിഷേകം ചെയ്യണം. ഒരു ശുശ്രൂഷ നിനക്ക് ഇനിയും വെച്ചിട്ടുണ്ട്. നിന്നെ കൊല്ലാനും നീ ചാകാനും ഒക്കെ ഇപ്പൊ ചിന്തിക്കുക, അങ്ങനൊന്നും നിന്നെ കൊല്ലത്തുമില്ല, നീ ഇപ്പൊ ചാകുകയില്ല. നമ്മളെ കൊല്ലാൻ നോക്കുന്ന ആൾക്കാരുണ്ട്. ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മൾ ചാകാൻ ചിന്തിക്കുന്ന സമയവും ഉണ്ട്. അങ്ങനെ മനുഷ്യന്റെ രീതിയല്ല. നമ്മളെ എങ്ങനെയും നിന്നെ വക വരുത്താൻ നോക്കുന്നവര് ഉണ്ട്. ഈ ഭൂമിയുടെ മേളിൽ നിന്നെ ഇനി വെച്ച് വാഴിക്കത്തില്ല. ഒരുത്തൻ എന്നെ പറ്റി പറഞ്ഞു, ഇനി ഒരു ഒറ്റ സ്റ്റേജേ കയറ്റുകയല്ലെന്ന്. ഇത് സ്റ്റേജ് അല്ലേ? ഈ പൊട്ടം പറയാൻ പോലാണോ? ദൈവത്തിന് പദ്ധതിയില്ലേ? നമ്മുടെ വിചാരമാണോ ദൈവത്തിന്റെ വിചാരം? തമ്പുരാൻ നമ്മെ പറ്റി എന്തെങ്കിലും പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ദൈവം നിറവേറ്റിക്കോളൂ. നമ്മൾ വാശി പിടിക്കുകയോ മല്ല് പിടിക്കുകയോ ഒന്നും വേണ്ട, സ്തോത്രം ചെയ്താൽ മതി. ഇത് നിങ്ങൾ മറുപടി ഒന്നും പറയണ്ട, സ്തോത്രം ചെയ്യണമായിരുന്നു. സ്തോത്രം. ഏലിയ പറഞ്ഞു, മതി കർത്താവേ. അല്ലല്ല, മതി ആയില്ലല്ലോ, എന്നെ അങ്ങ് എടുത്തോ. എടുക്കാൻ ഇപ്പോഴും അല്ല എടുക്കുന്ന, ഇങ്ങനെ അല്ല എടുക്കുന്നത്. അങ്ങനെ ഏലിയാവ് വന്ന് ഈ നിമിഷിയുടെ മകൻ യേഹൂവിനെ അഭിഷേകമൊക്കെ ചെയ്തു. നായക, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, ആരോടാ? എന്നോടാണ്. നിന്നോട് തന്നെ. എന്നാ പറഞ്ഞാട്ടെ, ഇവിടെ വെച്ച് പറയല, അകത്തോട്ട് വരാൻ പറഞ്ഞു. വിളിച്ച് ഉൾമുറി കയറ്റി. സ്തോത്രം. തലയിലോട്ട് അഭിഷേകതയില ഒഴിച്ചു. അഭിഷേകതയിലും വീണപ്പോ ഇവന്റെ മട്ട് മാറി. അകത്തോട്ട് കയറിയവനല്ല പുറത്തോട്ട് ഇറങ്ങി വരുന്നത്. അഭിഷേകതയിലും വീണുടനെ യവൻ പുറത്തോട്ട് വന്നിച്ച് കമ്മിറ്റിയും കമ്മ്യൂണിസ്റ്റിലും കൂടാന്നല്ല പറഞ്ഞത്. അവൻ പറഞ്ഞ് രഥം ഒരുക്കാൻ പറഞ്ഞു, രഥം പൂട്ടാൻ പറഞ്ഞു. രഥം പൂട്ടി പെട്ടെന്ന്, എന്റെ ഭാഷ പറഞ്ഞ ഫറവോന്റെ രഥത്തിന് കിട്ടുന്ന കുതിരയായിരിക്കാം, അമിച്ച് കെട്ടി രഥത്തിൽ കയറി. പിന്നെ ഇവന്റെ ഒറ്റ ഉന്നമുള്ളു ആഹാബിന്റെ അരമന. നേരെ രഥം തെളിച്ചു വിടുക. അന്ന് യോരാം ഇസ്രായേലിൽ ചികിത്സയ്ക്ക് വന്നിട്ടുണ്ട്. പുള്ളി ചികിത്സ കഴിഞ്ഞ് മട്ടുപ്പാവലിൽ കൂടെ നടന്നപ്പം ഭയങ്കര പൊടി പറക്കുന്നു. പുള്ളിയൊരു ബാല്യക്കാരനെ വിളിച്ചപ്പോൾ, ഞടെ കണ്ടമാനം പൊടിക്കാറ്റാന്നോ? അപ്പം സൂക്ഷിച്ച് നോക്കി വെച്ച് പറഞ്ഞു, തിരുമേനി പൊടിക്കാറ്റല്ല, വണ്ടി വരുന്നെന്നാ തോന്നുന്നേ. സൂക്ഷിച്ചു നോക്കിയപ്പോൾ പൊടിയുടെ ഇടയിൽ കൊടി പറക്കുന്നു, രഥത്തിന്റെ കൊടിക്കൂറ. അവൻ സൂക്ഷിച്ചു നോക്കിയാൽ പറഞ്ഞു, തിരുമേനി രഥമാകട്ടോ. അപ്പോൾ ഒന്നുകൂടെ നോക്കണമെന്ന് പറഞ്ഞു. നോക്കി, ഇത് ഇങ്ങോട്ട് തന്നെയാന്നല്ലേ വരുന്നേ, സൂക്ഷിച്ച് നോക്കണമെന്ന് പറഞ്ഞു. നോക്കി, ഇത് രഥമാ, സ്പീഡിലാ വരുന്നത്. കണ്ടിട്ട് നിമിഷിയുടെ മകൻ യേഹൂ തെളിക്കുന്നത് പോലെ തെളിക്കുന്നു. അത് ചോദിച്ചു, നിനക്ക് എങ്ങനെ മനസ്സിലായി? ഇവിടെ പ്രാന്തം വരും പോലെ വരുന്നെന്ന്. ഈ അഭിഷേകതയിലും ഇവന്റെ ശിരസ് വീണപ്പോ പ്രാന്ത. എന്റെ ഭാഷ പറഞ്ഞ ശരി പെന്തിക്കോസാന്നോ നിനക്ക് പ്രാന്ത? അതാ നാട്ടുകാരും പറയും മട്ടനാന്ന് പറയുമ്പോൾ ഓർത്തോണം നീ ഒറിജിനൽ പെന്തിക്കോസാ. സഭക്കാരെല്ലാം പറയുക ഇയാൾക്ക് വട്ടാന്ന് പറയുമ്പോൾ ഓർത്തോണം കറക്റ്റ് പെന്തിക്കോസാ.
സ്തോത്രം. അത്ര അഭിഷേകമാണ്. ഇവൻ അടുത്ത് വന്നോണ്ടേ യേഹു ഒരുത്തനെ അങ്ങോട്ട് വിട്ട്, അവനെ ചെന്ന് കാര്യം എന്നാന്ന് ചോദിക്കാൻ. ഇവൻ അങ്ങോട്ട് ചെന്നപ്പോൾ യേഹു ചോദിച്ചു, എന്നാടാന്ന് ചോദിച്ചു. അഭിഷേകത്തിലായി ചോദിക്കുക, എന്നാന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, ഒന്നുമില്ല, വന്ന് നിൽക്കടാന്ന് പറഞ്ഞു. പിന്നെ അവനും തുള്ളുക. പുള്ളി പറഞ്ഞു, നമ്മൾ വിട്ട ആളിൻ്റെ ഒരു വിവരം ഇല്ലല്ലോ, നീ പോയി നോക്കാൻ പറഞ്ഞു. അപ്പം ഇവൻ ചെന്ന് ചോദിച്ചപ്പോൾ യേഹു ചോദിച്ചു, എന്നാടാന്ന് ചോദിച്ചു. ഒന്നുമില്ലെന്ന് പറഞ്ഞു, വന്ന് നിൽക്കടാന്ന് പറഞ്ഞു. അവനും ഉടനെ ചെന്ന്, ഇതായി പെന്തിക്കോസ്, കാണാൻ വന്നതാ, ഇയാളും തുള്ളാൻ തുടങ്ങി. കല്ലെറിയാൻ വന്നതാ, അവനും ആത്മാവിലാകാൻ തുടങ്ങി. ഇപ്പം ചെന്നവൻ വരുന്നില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അടുത്ത് വന്നപ്പോൾ ചോദിച്ചു, പ്രാന്തം വരും പോലെ. അപ്പൊ ആ ഭാഗം നിങ്ങൾ താഴോട്ട് വായിക്കും പറയാ. അപ്പൊ യേഹു ഇസ്രായേലിലോട്ട് വരുന്ന കണ്ടിട്ട് അമ്മാമ്മ തലമുടിയല്ല ഡൈവൊക്കെ ചെയ്ത് പിരിയമെല്ലാം, പിരിയം എഴുതി കാണില്ല, വടിക്കുക. ഇപ്പം പിരിയമെല്ലാം മടിച്ച് വാലിട്ട് കണ്ണുമൊക്കെ എഴുതി ഉണ്ടല്ലോ. പുള്ളിക്കാരി ഇങ്ങനെ നോക്കി. അപ്പം യേഹുവിനോട് ചോദിച്ചു, ഓരാ സമാധാനമാണോന്ന് ചോദിച്ചു. തിരിച്ചുള്ള മറുപടി, എനിക്കോ? നിന്റെ അമ്മ ഇസബേലിൻ്റെ ക്ഷുദ്രം ആഭിചാരം ഇതുപോലെ കൊടികുത്തി വാഴുമ്പോൾ എനിക്ക് സമാധാനം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ക്ഷുദ്രവും ആഭിചാരവും ചെയ്യുന്ന സ്ത്രീയാണ് ഇസബേൽ. ആഹാബ് ഇസബേലിന്റെ ഭർത്താവാണെങ്കിലും പുള്ളിക്ക് അങ്ങനെ വലിയ അധികാരമുണ്ടെന്നുള്ള അമ്മാമ്മ ആ കാര്യമെല്ലാം നടത്തുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ കുടുംബവുമായിട്ടാ യഹോശാഫാത്ത് പോയി സംബന്ധം കൂടിയത്. അങ്ങനെയുണ്ട്. ക്ഷുദ്രം ചെയ്യുന്ന, ആഭിചാരം ചെയ്യുന്ന, അഭിഷിക്തന്മാരെ തകർക്കുന്ന, അഭിഷിക്തന്മാരെ നശിപ്പിക്കുന്ന, ആ മുന്തിരിത്തോട്ടം ചീരത്തോട്ടമാക്കാൻ പദ്ധതി കിട്ട് പാവം പിടിച്ചവനെ പിടിച്ച് സ്റ്റേജും കൊടുത്ത് അയാൾക്കെതിരെ തന്ത്രം ഉണ്ടാക്കി നീചന്മാരെ കൊണ്ടുവന്ന് അവൻ അപവാദവും പറയിപ്പിച്ച് അവനെ മുടിച്ചു കളയാൻ പദ്ധതി കിട്ട കുടുംബമായിട്ടാ ബന്ധം. സ്തോത്രം, സ്തോത്രം. ദൈവസഭയെ മുടിക്കുന്ന, ദൈവസഭയെ തകർക്കാൻ നോക്കുന്ന, ദൈവജനത്തെ ഭിന്നിപ്പിക്കാൻ നോക്കുന്ന വ്യക്തികളുമായുള്ള നിന്റെ ബന്ധം നിർത്തണം. സ്തോത്രം. ദൈവസഭയെ തകർത്ത് കളയുവാൻ, ദൈവമക്കളെ മുടിച്ചു കളയുവാൻ നോക്കുന്ന വ്യക്തികളുമായുള്ള ബന്ധം ദൈവമക്കൾക്ക് പാടില്ല. ഇവൻ പോയി ബന്ധത കൂടി. ആ ബന്ധത കൂടിയോണ്ട് പറ്റിയ കുഴപ്പം താനോട്ട് വായിക്കുമ്പോൾ 2-3 സംവത്സരം കഴിഞ്ഞപ്പോൾ യഹോശാഫാത്ത് ആഹാബിനെ കാണാൻ പോയി. ബന്ധുക്കാരനെ കാണാൻ പോയി. യഹോശാഫാത്തിന്റെ മോൻ യഹോരാമിനെ കൊണ്ട് ആഹാബിന്റെ മോള് അഥല്യായെ കെട്ടിച്ചെന്ന, കാശ് നോക്കി കെട്ടിച്ചതാ. പണ്ട് ഒരാൾ പറഞ്ഞതാ 10 ലക്ഷവും പൂതവും. ഇപ്പോഴത്തെ കണക്കല്ല, നേരത്തെ കണക്കാ. ഇപ്പൊ അതൊക്കെ കൂടി. അവരൊരു വണ്ടിയും കൊടുത്തു ഇവന് യാത്ര ചെയ്യാൻ. ആ വണ്ടിയിൽ ഇവൻ യാത്ര ചെയ്യുക. അവള് പറയും പോലെ വേണം വണ്ടി ഓടിക്കാൻ. നിർത്താൻ പറയുമ്പോൾ അന്നേരം നിർത്തിക്കോണം. പോകാൻ പറഞ്ഞ അന്നേരം, കാരണം കാശും ഒക്കെ അവിടെ നിന്ന് കിട്ടിയതാ. അങ്ങനെയുള്ള ധാരാളം ആൾക്കാരുണ്ട്. ദൈവം അവരെ സഹായിക്കട്ടെ. എന്തിനേറെ ഈ ബന്ധുത ദൈവഹിതമല്ലായിരുന്നു. കാശും പുത്തനും നോക്കി ബന്ധുത കൂടി. അതുകൊണ്ട് എന്തോ സംഭവിച്ചു. ഇന്നലെ സൂചിപ്പിച്ചല്ലോ, ഇവര് ബിസിനസ് നടത്തി കപ്പലുണ്ടാക്കി. ആ കപ്പൽ ദൈവം ഉടച്ചു കളഞ്ഞു. 2-3 ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ യഹോരാമിന്റെ കുടലിൽ, ചരിത്രം അങ്ങനെ പറയുന്നത്, കുടലിൽ ക്യാൻസർ വന്ന് ഉദരം പൊട്ടി കുടല് വെളിയിൽ ചാടി മരിച്ചു. അപ്പനൊരു ബന്ധത കൂടിയതാ, മോന്റെ ആപ്പീസ് കൂട്ടി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പെന്തിക്കോസുകാരോട് പറയാം, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മസ്നാനം പ്രാപിച്ച് വേർപാട് പാലിച്ച് തിരുമേശ് എടുക്കുന്ന നീ ഈ വിധ അനുഭവങ്ങളിൽ പെടാത്തൊരു ബന്ധതയ്ക്ക് പോകരുത്. കാശ് അല്പം കുറഞ്ഞോട്ടെ, കുടുംബശ്രേഷ്ഠത അങ്ങ് കുറയട്ടെ. ചിലപ്പം അരിസ്റ്റോക്രാറ്റ് ഫാമിലി ഒന്നും ആയിരിക്കുകയല്ല, ആയിക്കോട്ടെ. അരിസ്റ്റോക്രാറ്റ് ഫാമിലി മിക്കതും ഡൈവോഴ്സിന്റെ വക്കത്ത്. കാരണം അവരും അരിസ്റ്റോക്രാറ്റായി, ഇവരും ഒരു നാടിക്കകത്ത്. മനസ്സിലാകുന്നുണ്ടോ?
സ്തോത്രം. പാസയുടെ മോൻ പാസയുടെ മോളെ കെട്ടി. രണ്ടു കൂട്ടരും ഒതുങ്ങുന്നില്ല. കാരണം പുള്ളിക്കും വാക്യം അറിയാം, ഇവിടുത്തെ പുള്ളിക്കും. രണ്ടു കൂട്ടരും വചനം വെച്ച അവസാനം വക്കീൽ കിടന്ന് കുഴയുക. ആട്ടെ, ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ഞാൻ മാതാപിതാക്കളോടൊരു കാര്യം പറയാം, മാന്യ യുവാക്കളോടൊരു കാര്യം പറയാം. കാശ് ഇച്ചിരി കുറഞ്ഞാലും കുടുംബശ്രേഷ്ഠത വലിയ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നും വന്നില്ലെങ്കിലും ദൈവകൃപയുള്ള, പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, ഉപവസിക്കുന്ന, കൂട്ടായ്മ മുടക്കാത്ത, ദൈവഭയമുള്ളൊരു വ്യക്തി നിന്റെ വീട്ടിൽ വന്നാൽ അതാ ഏറ്റവും അനുഗ്രഹം. സ്തോത്രം. പിന്നെ നമ്മൾ പെന്തിക്കോസുകാരൊക്കെ, ഞാൻ പല കാര്യങ്ങളും ചില കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ടാണ്, എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയത്തില്ല. ചിലർ കല്യാണം ആലോചിക്കുമ്പോൾ പറയും, പാസ്റ്ററെ നമ്മൾക്ക് ദൈവദാസന്മാരും ദൈവമക്കളും ഒക്കെ പരിചയമുള്ളവരുണ്ട്, പറയും മോന് ഒരു പെൺകുട്ടിയെ വേണം, അല്ലെ മോക്കൊരു ചെറുക്കനെ വേണം. അപ്പം നമ്മൾ സാധാരണഗതി ചോദിക്കും, എന്തുവാ നിങ്ങളുടെ നോട്ടം? പക്ഷെ ഞങ്ങൾക്ക് ഒന്നും വിഷയമല്ല, ദൈവകൃപയുള്ളൊരു പെങ്കൊച്ചിനെ. പിന്നെ നമ്മൾ ചോദിക്കും, എന്നാലും ഇതൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല, ദൈവകൃപയുള്ളൊരു, ചുമ്മാ പറയുന്നതാണ്, ശുദ്ധ തട്ടിപ്പാ, അതൊന്നും കേട്ട് ഇളകരുത്. എന്നാ നമ്മളൊന്ന് ആലോചിക്കുക, അമ്മാമ്മേ അല്ലെ അച്ചായ, നല്ല ദൈവകൃപയുള്ളൊരു പെങ്കൊച്ച് ഞങ്ങളുടെ സഭയിലുണ്ട്, പാടുകയും പ്രാർത്ഥിക്കുകയും വിനയവും എളിമയും താഴ്മയും വിധേയത്വവും വിവേകവും, നല്ല കൊച്ചാണ്. കാണാൻ അങ്ങനെ വലിയ പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ ഗ്ലാമർ ഒന്നുമില്ലെങ്കിലും തരക്കേടില്ല, സാമ്പത്തികമായിട്ട് അങ്ങനെ വലിയ ഭദ്രതയൊന്നും ഇല്ല. ഇങ്ങനെ നിത്യവൃത്തി, മാന്യമായ വിദ്യാഭ്യാസമുണ്ട്. പക്ഷെ ആരാധനയ്ക്ക് നേരത്തെ വരികയും പാടുകയും പ്രാർത്ഥിക്കുകയും വാക്യം വായിക്കുകയും പാട്ട് പാടുകയും സഭയിൽ ഉപവാസം വെക്കുമ്പോൾ കഴിവിൻ്റെ പരമാവധി ഉപവസിക്കുകയും സഭയുടെ എല്ലാ ആത്മീയ ശുശ്രൂഷകൾക്ക് പങ്കുകാരാ, നല്ല കുട്ടിയാണ്. ഞാൻ ഇപ്പം സഭയിലായിട്ട് 10-20 കൊല്ലമായി. അവിടെ ചെറുപ്പത്തിലേ അറിയാം, നല്ല കൊച്ച. നാട്ടിലും വീട്ടിലും സഭയിലും സ്കൂളിലും ഒക്കെ സാക്ഷ്യമുള്ള നല്ല കൊച്ച, നല്ല ദൈവകൃപയാണ്. നമുക്കൊന്ന് ആലോചിക്കാം, അന്നേരം വിധം മാറും. ഉടനെ പറഞ്ഞ ഈ വെളച്ചിലുകാർ പറയുന്നതെന്നറിയോ, പാസ്റ്റർ കുഴപ്പമില്ല, അവര് നമ്മുടെ ആന്നോ മറ്റേതാന്നോ? ആരുടെ മറ്റേത്? നമ്മുടെയാന്നോ മറ്റേതെന്ന് പറഞ്ഞിട്ട് മനസ്സിലാ, മാർക്കം കൂടിയതാണോ എന്ന് ആദ്യം പറഞ്ഞ തന്നെ. ഞങ്ങൾക്ക് ഒന്നും വിഷയമല്ല, നിങ്ങൾ പറ. ചുമ്മാ പറയുന്നതാ, ഒന്നും കേട്ട് അളകരുത്, വെറുതെ പറ, ശുദ്ധ തട്ടിപ്പാ. നിങ്ങൾ രണ്ടും എന്നാ പറഞ്ഞേ? എന്തോ പറഞ്ഞു? അതറിയത്തില്ലല്ലോ. യോഗം കഴിഞ്ഞ് പറയാം. സ്തോത്രം. കഴിവിൻ്റെ പരമാവധി ഉപദേശിമാരും ഇങ്ങനെയുള്ള കാര്യത്തിൽ ഇടപെടാതിരിക്കുന്നതാ നല്ലത്. നല്ലതാന്നേ പറയും. ഞങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം ഞങ്ങൾക്ക് എന്തെങ്കിലും അപാകത വന്നാൽ പറയാം, ആ ഒറ്റ ഒരുത്തനായി ചതിവ് ഞങ്ങളോട് ചെയ്തത്. സെൻറ്റർ മുഴുവൻ അറിയിക്കും, കേന്ദ്രം മുഴുവൻ നാശമൊപ്പിച്ചു വെക്കും. പത്രോസ് പറഞ്ഞതാണ് നല്ലത്. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും. നിങ്ങളെന്നാന്ന് വെച്ചാൽ ചെയ്യാൻ പറയണം. ദൈവത്തിന് മഹത്വം. വിഷയത്തോട് വരുമ്പോൾ ആ തനിനിറം. അതുകൊണ്ട് ഞങ്ങൾക്ക് ദൈവകൃപയുള്ളൊരു പെങ്കൊച്ച് മതി, കൃപയുള്ളൊരു ചെറുക്കം മതി എന്ന് ആരെയും പറഞ്ഞാൽ വെറുതെ പറയുന്നതാ. വിഷയത്തോട് അടുക്കുമ്പോൾ ആ തനിനിറം വെളിപ്പെടുന്നത് വെറുതെ പറയുന്നതാ. നമ്മൾ പറയുക നല്ല ദൈവകൃപയുള്ള കൊച്ച, കാശൊന്നുമില്ല, കാണാൻ അത്ര പോരാ, എന്നാലും തരക്കേടില്ല, വീട് ഒന്നും അങ്ങനെ വലുതായിട്ട് ഇല്ല, അത്യാവശ്യം. അന്നേരം ചെല്ല് പറയുന്നതന്നെ അറിയോ, പക്ഷെ ഞങ്ങൾക്ക് കുഴപ്പമില്ല, പക്ഷെ ഞങ്ങളുടെ വീട്ടുകാർക്ക് പലർക്കും ഉണ്ടോ. നിങ്ങളിലും ചിലര് ഈ രീതിക്കാരാന്ന് തോന്നുന്നു.
ആ ഇരിപ്പും നോട്ടവും കണ്ടിട്ട്. അതുകൊണ്ട് ഞാൻ ആ ഭാഗവും പറയുന്നില്ല, വിടുക. എന്തായാലും കൃപയിൽ നിൽക്കുന്നത് യുവൈതൽ ഈ അനുഭവത്തിൽപ്പെടാത്തൊരു ബന്ധതയ്ക്ക് പോകരുത്. പോയാൽ വിനയാകും. എന്നാൽ ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന ദൈവകൃപയുള്ളൊരു വ്യക്തി നിന്റെ വീട്ടിൽ വന്നാൽ, അങ്ങനെ ഒരു ബന്ധത കൂടിയാൽ, ഇപ്പം നിനക്കല്പം പരാജയമാണെങ്കിലും ദൈവം അത് വിജയമാക്കി തീർക്കും. ഇപ്പോഴത്തെ ക്ഷീണമുണ്ടല്ലോ, അതെല്ലാം ദൈവം മാറ്റിത്തരും. കർത്താവിന്റെ വരവ് താമസിച്ചാൽ ആമേൻ നിന്നെ സന്തതിയെ ദൈവം ഉയർത്തും. അത് ദൈവത്തിന്റെ വിശ്വസ്തത. അപ്പോൾ ആവശ്യമില്ലാത്ത ബന്ധത പാടില്ല. ബാൽപയോറിനോട് ചേർന്ന് ക്ഷീണിക്കുക, തെള്ളിയിടാൻ ഒന്നാമത്തെ കാര്യം. അത് ഇന്നലെ നമ്മൾ രാത്രി വായിച്ചു നിർത്തി. രണ്ടാമത്തെ കാര്യം, തെള്ളിയിടാൻ കാരണം മനോഹര ദേശത്തെ നിരസിച്ചു. വായിച്ച 24-ാം വാക്യം, 106-24 സങ്കീർത്തനം. അവർ മനോഹര ദേശത്തെ നിരസിച്ചു. ശ്രദ്ധിക്കുക, ഏറ്റവും ശ്രേഷ്ഠമേറിയ ദേശമായിരുന്നു ഇസ്രായേലിന് ദൈവം കൊടുത്ത കനാൻ ദേശം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിലും 16-ാം സങ്കീർത്തനത്തിലും എല്ലാം പരാമർശിക്കുന്നത് നല്ലൊരു ദേശം, മനോഹര ദേശം. അളവൂന്നൂലിനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. പുറപ്പാട് 3:7 പാലും തേനും ഒഴുകുന്ന ദേശം. വായിച്ചേ 3:7. യഹോവ അരുളി ചെയ്തത്, മിസ്രൈമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അവരെ മിസ്രൈമരുടെ കയ്യിൽ നിന്ന് വിടുവിപ്പാനും ആ ദേശത്ത് നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക്. അപ്പൊ ഈ ദേശത്തിന്റെ പ്രത്യേകത, ഒന്ന് നല്ല ദേശം, 2 വിശാലമായ ദേശം, പിന്നെ പാലും തേനും ഒഴുകുന്ന 3 പാലൊഴുകുന്ന ദേശം, തേനൊഴുകുന്ന ദേശം. കനാനിയർ, ഹിത്യർ. അപ്പൊ അവിടെ ജാതികളുണ്ട്. നല്ല ദേശമാണ്, വിശാലമായ ദേശമാണ്, പാലൊഴുകുന്ന ദേശമാണ്, തേനൊഴുകുന്ന, പാലും തേനും ഒഴുകും കന്നാൻ നാട്, മാലിന്യമില്ലാതെല്ലും ഭാഗ്യനാട്. പാലും തേനും ഒഴുകും കന്നാൻ നാട്, മാലിന്യമില്ലാതെല്ലും ഭാഗ്യനാട്. നിങ്ങൾക്ക് ആ പാട്ട് അറിയാൻ മേലേ? മായലോകം വിട്ട മരു വാസിയാം പരദേശിക്ക് സിയോൻ പുരി എന്നൊരു നാടുണ്ട്. സ്വർഗ സിയോൻ പുരി എന്നൊരു. അവൻ നല്ല ദേശമാണ്, വിശാല ദേശമാണ്, പാലൊഴുകുന്ന ദേശം, തേനൊഴുകുന്ന ദേശം. സങ്കീർത്തനത്തിൽ വായിക്കുന്ന മനോഹര ദേശം. ഇങ്ങനെയുള്ള ദേശത്തേക്ക് ആ ദൈവം ഇവരെ കൊണ്ടുപോകുന്നത്. ദേശത്തിന്റെ വിശേഷതയാണ് ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന്റെ 7 മുതൽ താഴോട്ട്. ഇന്നലെ വായിച്ചതാ, ഒന്നുകൂടെ വായിച്ചു. നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. താഴ്വരയ്ക്കും മലയ്ക്കും പുറപ്പെടുന്ന നീരെടുക്കളും ഉറവകളും തടാകങ്ങളുമുള്ള ദേശം, ഗോതമ്പ് യവവും മുന്തിരിയും അത്തിയും മാതളമുള്ള ദേശം, ഒലിവ് വൃക്ഷവും തേനുമുള്ള ദേശം, സുഭിക്ഷമായിട്ട് ഉപജീവനം കഴിക്കാവുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം, കല്ല് ഇരുമ്പായിരിക്കുന്നതും മലകളിൽ നിന്ന് താമരം വെട്ടിയെടുക്കുന്നതുമായ ദേശം. നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെക്കുറിച്ച് നീ അവന് സ്തോത്രം ചെയ്തോണം. കയ്യും കെട്ടി വായും പൂട്ടി ആള് കളിച്ച് ഇരിക്കരുത്, നീ സ്തോത്രം ചെയ്യണം. എന്തിനാ സ്തോത്രം ചെയ്യുന്നത്? നല്ലൊരു ദേശത്തേക്കാണ് നിന്നെ കൊണ്ടുപോകുന്നത്. പാപത്തിന്റെ അധീനതയിൽ നിന്ന്, പിശാചിന്റെ പിടിയിൽ നിന്ന്, പാതാളത്തിന്റെ ആടുകളായി മൃത്യു നമ്മെ മേകിച്ച് ആ കാമൻ മൃത്യുവിന്റെ കരാള ഹസ്തത്തിൽ നിന്ന് യേശുക്രിസ്തു കാൽവരിയിൽ നമുക്ക് വേണ്ടി ജീവനെ തന്ന് അവിടുത്തെ വലിയ രക്തത്താമ്മ വിലയ്ക്ക് വാങ്ങി വീണ്ടെടുപ്പ് നൽകി അവൻ അച്ചാരവും മുദ്രയും അവകാശമൊക്കെ നൽകി നമ്മളെ തെരഞ്ഞെടുത്ത് കൊണ്ടുപോകുന്ന നല്ലൊരു ദേശത്തേക്കാണ്. അത് ഓർത്തോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. എന്റെ ഭാഷയെ പറയാ, അത് ബിബ്ലിക്കലല്ല, തിയോളജിക്കലല്ല, എന്റെ ഭാഷ. പെന്തിക്കോസി വന്നതാ ഭാഗ്യം. എന്റെ ശൈലി പറയാ. ഞാൻ പെന്തിക്കോസി വന്നിട്ട് 10-32 കൊല്ലം കഴിഞ്ഞ് ഇന്ന് വരെ തോന്നിയിട്ടില്ല വന്നത് അബദ്ധമായെന്ന്. ഇപ്പോഴും എനിക്ക് സങ്കടമാണ്, നേരത്തെ വരാനൊത്തില്ലല്ലോ എന്ന്. ചില ആൾക്കാർ പറയും, ഓ പെന്തിക്കോസ് എല്ലാം പോയെന്ന്. പെന്തിക്കോസ് ഒന്നും പോയിട്ടില്ല. പെന്തിക്കോസിന് ആൾക്കാരൊക്കെ പോയി കാണും, പെന്തിക്കോസ് ഒന്നും പോയിട്ടില്ല. പെന്തിക്കോസിന് ആൾക്കാരൊക്കെ പോയിട്ടുണ്ട്, പെന്തിക്കോസ് പോവുകയല്ല. സ്തോത്രം. ഇത് പണിയുന്നത് ദൈവത്തിന്റെ ആത്മാവാ. യേശുക്രിസ്തു വന്ന മൂലക്കല്ല.
അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന ആ അടിസ്ഥാനത്തിനെ പണിതുകൊണ്ടിരിക്കുക. ഇത് പാസ്റ്റർമാരാരുമല്ല പണിയുന്നത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാ. പ്രൈസ് ദി ലോർഡ്. ഈ ഇവിടുത്തെ കല്ലിന്റെ പ്രത്യേകത ജീവനുള്ള കല്ലാകുന്ന അവനോട് ചേർത്താണ് നമ്മളെ പണിയുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതുകൊണ്ട് പെന്തിക്കോസ് വന്നത് അബദ്ധമൊന്നുമല്ല. പെന്തിക്കോസ് വന്നതാണ് നമ്മുടെ ഭാഗ്യം. ബിബ്ലിക്കലായിട്ട് തിയോളജി പരമായിട്ട് പറയുമ്പോൾ രക്ഷിക്കപ്പെട്ടതാണ് ഭാഗ്യം. പിന്നെ എൻ്റെ ശൈലിയിലാണ് പറഞ്ഞത്, ഈ മാർഗത്തിൽ വന്നതാ ഭാഗ്യം. നേരും ചൊവ്വായിട്ട് നടക്കാനും വീറും വൃത്തിയായിട്ട് നടക്കാനും മാന്യമായിട്ട് ഇടപെടാനും ഒക്കെ പഠിച്ചതും അനുഭവിച്ചതൊക്കെ പെന്തിക്കോസ് വന്നേ. പിന്നെ സ്തോത്രം. ആരെങ്കിലും നിനക്ക് 10 രൂപ തരുന്നെങ്കിൽ, പച്ചവെള്ളം തരുന്നെങ്കിൽ, ഇരിക്കാൻ കസേര തരുന്നെങ്കിൽ ഈ മാർഗത്തിൽ വന്നത് കൊണ്ടാ, നീ യേശുവിനെ അറിഞ്ഞത് കൊണ്ടാ, ഈ കൃപയിൽ വന്നത് കൊണ്ടാ. അതുകൊണ്ട് എനിക്ക് ഞാൻ പറയണം, ഞാൻ പെന്തിക്കോസുകാരനാന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്നയാളാ. ഇന്ന് വരെ തോന്നിയിട്ടില്ല വന്നത് അബദ്ധമായെന്ന്. സ്തോത്രം. ഇപ്പോഴും സന്തോഷമാണ്. പിന്നെ ദുഃഖം എന്നാന്ന് വെച്ചാൽ നേരത്തെ വരാൻ ഒത്തില്ലല്ലോ. നല്ലൊരു ദേശത്തേക്കാണ് ദൈവം നമ്മെ കൊണ്ടുവന്നത്. നല്ല ദേശത്തേക്കാണ്. ഈ ദേശത്തിന്റെ വിശേഷത, ഇത് കനാൻ ദേശം. കനാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കനാന്റെ പ്രത്യേകത കൊണ്ട് കിഴക്ക് ബാശാൻ പർവ്വതം, വടക്ക് ലെബനോൻ പർവ്വതം, തെക്ക് മിസ്രയീം തോട്, പടിഞ്ഞാറ് കടലും മലയും കൂടെ ഒന്നിച്ചാണ്. ഇതിന് പല പേരുകളുണ്ട്, നിങ്ങൾക്കറിയാം. കനാൻ നാട്, പലസ്തീന്, എബ്രായരുടെ ദേശം, വാഗ്ദത്ത ദേശം, വിശുദ്ധ നാടെന്നൊക്കെ ഇപ്പോൾ പേര് പറയുന്നുണ്ട്. കനാൻ നാടെന്ന പേര് വരാൻ കാര്യം, കനാന്റെ സന്തതികൾ ഈ ദേശത്ത് കുടിയേറി പാർത്ത് പിൽക്കാലത്ത് അവരുടെ പേരിനാൽ ഈ ദേശം അറിയപ്പെട്ട് കനാൻ നാട്. പലസ്തീൻ എന്ന പേര് വരാൻ കാര്യം, പെലിസ്ത്യര് പടിഞ്ഞാറ് തീരത്ത് എമ്പിടി പെലിസ്ത്യരുണ്ടായിരുന്നു. അപ്പൊ റോമരുടെ ഭരണം വന്നപ്പോൾ പെലിസ്ത്യര് ധാരാളമുള്ളത് കൊണ്ട് ലോപിച്ചാണ് പലസ്തീൻ എന്ന പേരിട്ടത്. വാഗ്ദത്ത നാട് എന്ന പേര് വരാൻ കാര്യം, അബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദത്ത സ്ഥലമായത്. ലോകത്ത് അബ്രഹാമിനെ വിട്ടു പിരിഞ്ഞ ശേഷം അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, തലപൊക്കി നീ വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാട്ടും നോക്കി കാണുന്ന ദേശം ഞാൻ നിനക്ക് നിന്നെ സന്തതിക്കും അവകാശമായിട്ട് തരും. വാഗ്ദത്തം കൊടുത്ത ദേശമാണ്. അതുകൊണ്ട് ഇതിന് വാഗ്ദത്ത നാട് എന്ന പേര്. പിന്നെ ഇപ്പൊ ഇതിന് വിശുദ്ധ നാടെന്നൊക്കെ ചിലർ പറയാനുണ്ട്. അത് കാശ് ഉണ്ടാക്കാനുള്ളൊരു പേരിട്ടതാ. ഭൂമിയിൽ ഒരു സ്ഥലവും വിശുദ്ധമില്ല. കാരണം സകല ലോകവും ദുഷ്ടന്റെ അധീനത്തിലാണ് യോഹന്നാന്റെ 1 ലേഖനം 5:19 കിടക്കുന്നത്. അപ്പൊ പിന്നെ ഇവിടെ ഒരു സ്ഥലവും വിശുദ്ധമല്ല. സ്തോത്രം. ഇത് ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുക. പിന്നെ ആൾക്കാർക്ക് പോകാനും വരാനും ഒക്കെ അതിനുണ്ടല്ലോ, അതിനൊക്കെ പേര് ഇട്ടിരിക്കുന്ന. അതവിടെ കിടക്കട്ടെ. എന്തായാലും എല്ലാം കൊണ്ട് നല്ല സുന്ദര സുലഭലമായ നല്ല സ്ഥലമായിരുന്നു കനാൻ ദേശം. സ്തോത്രം. നല്ല സ്ഥലമാണ്. ആ ദേശത്തുള്ള വിശേഷതകളാണ് 8-ാമത്തെ ആവർത്തന 8:7 മുതൽ. അല്ലയോ ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നു. നല്ല ദേശം. ആ ദേശത്തിന്റെ വിശേഷത, അത് താഴ്വരയിൽ മലയിൽ പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവകളും തടാകങ്ങളും ഉള്ള ദേശം. എന്ന് പറഞ്ഞാൽ വെള്ളത്തിന് പഞ്ഞമില്ല. ഈ ദേശത്ത് വെള്ളത്തിന് പഞ്ഞമില്ല. എങ്ങോട്ട് തിരിഞ്ഞാലും വെള്ളം കിട്ടും. അത് പുതിയ നിയമത്തിന്റെ ഉപദേശത്തിൽ വരുമ്പോൾ ആരാധനയ്ക്ക് പഞ്ഞമില്ല. സ്തോത്രം. സ്തോത്രം ചെയ്യാനും പ്രാർത്ഥിക്കാനും ആരാധിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്താനും എഴുന്നേറ്റ് നൃത്തം ചെയ്യാനൊന്നും ഇവിടെ തടസ്സമില്ലെന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ദൈവം തൃപ്തിപ്പെടുത്തും. ഒരു നദിയുണ്ട്, അതിന്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അതിന്റെ മധ്യയെ കൊണ്ടത് കുലുങ്ങിപ്പോകത്തില്ല. ദൈവസഭയാകുന്ന നഗരത്തെ സന്തോഷിപ്പിക്കുന്ന നദിയാണ് പരിശുദ്ധാത്മാവിന്റെ നദി. ഈ നദി ഒഴുകി ചെല്ലുന്നിടത്തൊക്കെ ചലിക്കുന്ന പ്രാണികൾ ജീവിച്ചിരിക്കും. ദൈവത്തിന് മഹത്വം. വെള്ളത്തിന് പഞ്ഞമില്ല. കർത്താവും പറഞ്ഞല്ലോ, തിരുവായും പറഞ്ഞല്ലോ, എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയും പോലെ ജീവജലത്തിന്റെ നദി കൊടുക്കുക. അത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് കൊടുക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ പറ്റിയാ പറഞ്ഞത്. ആമന ആദിമ ആ തോട്ടത്തെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ, തോട്ടം നനയ്ക്കാൻ നദി പുറപ്പെട്ടു 4 ശാഖയായിട്ട് പിരിഞ്ഞു. 1-ാമത്തത് ബീഷോൻ, വെള്ളച്ചാട്ടമതർത്ഥം, ഹവീലാദേശം ചുറ്റും അവിടെ പൊന്നുണ്ട്, ഗുൽഗുലുണ്ട്. അവിടുത്തെ പൊന്നൊക്കെ മേത്തരമാണ്. ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമേറിയ നദി. ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. വെള്ളത്തിന് പഞ്ഞമില്ല. ഈ കൃപയിൽ വന്നു കഴിഞ്ഞാൽ ആത്മാവിലാകുന്നതിനോ ആരാധിക്കുന്നതിനോ തടസ്സവും ഇല്ല. നേരത്തെ നിന്നെടുത്ത് അവിടെ കുർബാന നടക്കുമ്പോൾ ഗ്ലോറി നങ്ങാനും പറഞ്ഞ അവർ മുഴുവൻ നോക്കും, ആരാടാ ഇതിനകത്ത് കയറി. ഇവിടെ വന്നിരുന്ന അനങ്ങാപ്പാറ പോലിരുന്ന മുഴുവൻ ആൾക്കാർ നോക്കും, ഇയാൾ ഏതാന്ന് ചിന്തിക്കും. അതിന് 2 വശമാണ്. ഈ ആരാധനയും പ്രാർത്ഥനയും കൈയിടുന്നിടത്തിട്ട് ഇതിങ്ങനെ ഒന്നിങ്ങനെ കാര്യം കുറ്റിയിരിക്കും പോലെ അങ്ങനെയുണ്ട്. അവിടെ ചെന്ന് ഗ്ലോറി പറഞ്ഞാൽ അവർ നോക്കുക, ആരാ ഇതിനകത്ത് കയറി. ഇതായി വ്യത്യാസം. എല്ലാം കൊണ്ട് നല്ല സ്ഥലമായിരുന്നു കനാൻ ദേശം. അത് താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകൾ ഉറവകളും തടാകങ്ങളും ഉള്ള ദേശം. വായിക്കുമോളെ അടുത്ത വാക്യം.
കോതമ്പ്, യവം, മുന്തിരി, അത്തി, മാതളം, ഒലിവ്, തേൻ, 7 കൂട്ടം സാധനം. അപ്പൊ കനാനിന്റെ പ്രത്യേകത 7 കൂട്ടം സാധനം. മിസ്രയീമിൽ 6 കൂട്ടം. കനാനിൽ 7, മിസ്രയീമിൽ 6. വായിച്ചേ സംഖ്യാപുസ്തകം 11:4. സംഖ്യ 11:4. പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്ര ജാതി മുഴുവൻ ദുരാഗ്രഹികളായി ഇസ്രായേൽ മക്കൾ വീണ്ടും കരഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആരുതരും, ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള, എണ്ണിക്കോണം, തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി, ചിറ്റുള്ളി 6. അപ്പോൾ മിസ്രയീമിൽ 6. ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുമന്നുള്ളി, ചിറ്റുള്ളി 6 കൂട്ടം സാധനം. അപ്പോൾ മിസ്രയീമിൽ 6, കനാനിലോ 7. അതായത് മിസ്രയീമും കനാനും വ്യത്യാസം ഉണ്ടെന്ന് ഈ പറയുന്നത്. മിസ്രയീമിൽ നീ കിടന്നാൽ ഉള്ളി തിന്ന് നിന്റെ ഊപ്പാട് വരികയുള്ളൂ. അത് പിന്നെ ഉള്ളി 3 തരത്തിലാ. കൊച്ചുള്ളി ഉണ്ട്, സവോളയുണ്ട്, വെളുത്തുള്ളി. അങ്ങനെ അവിടെ എഴുതിയേക്കുന്നത്. ഇല്ല, ഒന്നുകൂടെ വായിച്ചേ. 3 ടൈപ്പ് ഉള്ളിയല്ലേ മോളെ? മത്സ്യം, ഉള്ളി, ചുവന്നുള്ളി, ചിറ്റുള്ളി. ഉള്ളി, ചുവന്നുള്ളി, ചിറ്റുള്ളി. അപ്പോൾ മുഴുത്ത സവാളയും കൊച്ചുള്ളിയും വെളുത്തുള്ളിയൊക്കെ കണ്ടമാനം കഴിച്ച നാറ്റ കേസാ. അപ്പൊ നീ മിസ്രയീമിൽ കിടന്നാൽ ഉള്ളി തിന്നതിന്റെ ആയുസ് തീരാന്നല്ലാതെ ഗതിയൊന്നുമില്ല. എന്നാൽ കനാനിലോട്ടൊന്ന് വന്നേ. ഇവിടുത്തെ ഭക്ഷണം കണ്ടോ? ഗോതമ്പ്, നല്ല ഗോതമ്പ് കനാനില്ല. നമുക്ക് കിട്ടുന്ന ഗോതമ്പെന്ന് അത്ര നല്ലത് അല്ല. ഞാൻ എപ്പോഴും പറയാനുള്ളത് കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കി വെച്ച് എഴുന്നേറ്റ് നിന്ന് കടിക്കണം. ഇല്ല, ചപ്പാത്തി വടിക്കമ്പ് പോലിരിക്കും. ജോർജ് കുട്ടി എന്നാ താമസം എന്നാന്ന് ചോദിക്കും. അതിലെ സഹോദരിമാരാന്നില്ല, ഇന്ന് എന്നാ വേണ്ടേ, ഇന്നെന്തോ വേണം. അവനെ ഭർത്താവ് പറയല്ലേ പിള്ളേരെ, മമ്മി ഇന്ന് ചപ്പാത്തി മതി. ഓക്കെ, എല്ലാം കുഴച്ച് വെച്ച് അവസാനം പ്രാർത്ഥനയില്ല കഴിഞ്ഞ്, ബാബാ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ പോവാ, വന്നിരുന്നോണം. പിടി. കാരണം 5 മിനിറ്റ് കഴിഞ്ഞാൽ ഇത് നല്ല സാധനമല്ല. നല്ല സാധനമെല്ലാം എക്സ്പോർട്ട് ചെയ്ത് പോകുന്നുണ്ട്. അത് അവർ കഴിക്കുന്നുണ്ട്, നമ്മൾ കണ്ടോണ്ടൊക്കെ ഇരിക്കുക. സ്തോത്രം. അപ്പം കനാനിലെ ഗോതമ്പ് ഏറ്റവും ഗോതമ്പിൻ്റെ നല്ല കാമ്പും അതുകൊണ്ട് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയാൽ കഴിക്കും, വലിയ കുഴപ്പവുമില്ല. നല്ല ഗോതമ്പുണ്ട് കനാനിൽ. ഗോതമ്പ്, യവം, മുന്തിരി, അത്തി, മാതളം എന്ന് പറഞ്ഞാൽ ഒന്നിക്കൊന്ന് മെച്ചമാണ്. ഈ കൃപയിൽ വന്നാൽ അങ്ങനെ ഒന്നിക്കൊന്ന് മെച്ചമാണ്. ഇവിടുത്തെ പാട്ട് അല്ല പാട്ട്, നമ്മുടെ പാട്ടുകളല്ലേ കേമം ഇല്ലേ? ഇപ്പം നമ്മുടെ പാട്ടും അവരും എടുത്ത് പാടുന്നുണ്ട്, അവർക്കറിയാം ഇതാ കേമമെന്ന്. അവിടുത്തെ പാട്ട് അങ്ങനെ പാടിയാൽ വലിയ ഒരു കഥ കേട്ടിട്ടുണ്ട്. കഥയാ, എന്നാൽ അതിനകത്ത് കാര്യമുണ്ട്. പെന്തിക്കോസുകാരനും CACക്കാരനും കൂടെ പെയിന്റ് അടിക്കാൻ പോയി. 2 വീട്. അപ്പം സെയിം വീട്, ചേട്ടൻ്റെ അനിയൻ്റെ. 2 പേർക്ക് ഉടമ്പടി കിട്ടി. പുള്ളി അപ്പുറത്തെ വീട്, CACക്കാരൻ ഇപ്പുറത്തെ വീട്. 2 പേരും ആത്മീയരാ, 2 പേരും പാട്ട് പാടുന്നവരുവാ. അപ്പം 2 കൂട്ടരും പെയിന്റ് അടി തുടങ്ങി, പാട്ട് പാടിയ കഥയാ, കാര്യമുണ്ട്. അപ്പം 2 പേരും പാട്ട് പാടി. ഈ പെന്തിക്കോസുകാരൻ പെയിന്റ് അടിച്ച വീടിന്റെ പെയിന്റ് അടി പെട്ടെന്ന് തീർന്നെന്ന പാട്ടിന്റെ സ്പീഡ് അനുസരിച്ച CACക്കാരൻ പാണ്, നല്ല ദേവനെ ഞങ്ങൾ എല്ലാവരെയും, നല്ല ട്യൂണൊക്കെയാ. പെന്തിക്കോസുകാരൻ ഇതിനകത്ത് വന്നതാണ്, നല്ല ദേവനെ. അപ്പം ഇവനെ പെട്ടെന്ന് പെയിന്റ് അടി കഴിഞ്ഞ് വീട്ടിൽ പോയെന്ന കഥയാ, എന്നാലും ഒരു കാര്യമുണ്ട്. അപ്പൊ ഇതിനകത്ത് വന്ന ഒന്നുകൊന്നുക്ക് മെച്ചമാണ്. അത്തി അത് രോഗശാന്തിയെ കാണിക്കുന്നതാ. ഇതിനകത്ത് വന്ന സൗഖ്യം തരുന്ന യേശു ഉണ്ട്. തട്ടിപ്പും വെട്ടിപ്പും ഒന്നുമല്ല ഈ പറഞ്ഞത്. ഇന്നും രോഗശാന്തി ഉണ്ട്. ഇല്ലെന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഡോക്ടറെയും കൂടി ഇരുത്തിക്കൊണ്ടില്ലേ പറയേ. വൈദ്യശാസ്ത്രം ചിലപ്പം സ്കാനിങ് മെഷീനിൽ തെളിയുന്നതനുസരിച്ചും പരിശോധനയുടെ വെളിച്ചത്തിലൊക്കെ രോഗം നിർണ്ണയിക്കും. എന്നാൽ അതിലൊക്കെ ഉപരി ഒരുവൻ സ്വർഗത്തിലുണ്ട്.
സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്ന ഒരുവൻ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. അവിടുത്തെ അടിപ്പിണരുകളാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യഹോവ നിന്റെ അകൃത്യമൊക്കെ മോചിക്കും, നിന്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്ക്. അത്യുഷ്ണം, വരൾച്ച, വെൺകതിര്, വിഷമഞ്ഞ്, മിസ്രയീമ്യർക്ക് വരുത്തിയ പരിക്കൾ, കുരുക്കൾ, ഒരു ബാലയും നിന്നെ തൊടുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. അവിടുത്തെ അടിപ്പിണരുകളാൽ നിനക്ക് സൗഖ്യമാ. ഇന്ന് പകൽ വേളയിൽ ശാരീരിക ക്ഷീണത്താൽ രോഗപീഠകളിൽ ആരേരും വലയുന്നെങ്കിൽ യേശു ഇന്ന് പകൽ നിന്നെ സൗഖ്യമാക്കുന്ന പകലാ. രോഗാത്മാവ് അടിഞ്ഞു മാറട്ടെ, രോഗബന്ധനങ്ങൾ അടിക്കട്ടെ, രോഗത്തിന്റെ വടുക്കൾ ഇന്ന് പകൽ അടിഞ്ഞു മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. എല്ലാ പ്രശ്നങ്ങൾ മാറട്ടെ, രോഗത്തിന്റെ വടുക്കൾ, രോഗാണുവിന്റെ ശക്തികൾ മാറിപ്പോകട്ടെ, എല്ലാ രോഗബീജങ്ങൾ ഉരുകി മാറട്ടെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. സൗഖ്യം വ്യാപരിക്കട്ടെ. വചനത്തിന്റെ ശക്തി, വചനത്തിന്റെ ശക്തി, അതിവേഗത്തിലോടുന്ന ദൈവവചനം, ദൈവവചനത്തിന്റെ ശക്തി, ദൈവവചനത്തിന്റെ ശക്തി. ദൈവത്തിന് മഹത്വം, 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 ദൈവത്തിന് മഹത്വം. അർത്തലാ ജാലാ ദരം ദുരാ ദരാതിരി അടമനാ ദിരിബിക ബടബടബല ധീരവ ഛൈദൽ കമനബടബല. ഓ റിബിക ബടബടബല ബദല ഷൈഡ് ബിക ബടബടബല ബസ് ധീരവച്ച സൈദൽ കമനബടബല ദിരിഖമാര ബസ്. യേശുവിന്റെ നാമത്തിൽ ഓ റിബിക ബടബടബല ബദല ബിബിബിബിക ബടബടബല ഷൈദമാര ബസ്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഓ ജീസസ്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഗ്ലോറി. യേശുവിന്റെ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ജയം. ഓ ജീസസ്. നമ്മളെ ശാരീരികമായി ക്ഷീണിപ്പിക്കുവാനും അത് രോഗിയാക്കുവാൻ, അഡ്മിറ്റ് ആക്കുവാൻ, ആശുപത്രികളിൽ കയറ്റി ഇറക്കി വല്ലാതെ വലയ്ക്കുവാൻ ആഴത്തിൽ പൊരുതുന്ന ശക്തികളുണ്ടെന്ന് ആത്മാവ് ഈ പകൽ മർമ്മമായ ദൂത് പറയുകയാണ്. തളർന്നു പോകരുത്, ക്ഷീണിക്കരുത്. വചനത്തിലും ആത്മാവിലും എൻ്റെ ജനം ബലപ്പെട്ടോണം. പുറപ്പാട് 2:4 വായിക്കുന്നത് പോലെ അവൻ എന്ത് ഭവിക്കുമെന്ന് അറിയേണ്ടതിനും എൻ്റെ പെങ്ങൾ ദൂരത്ത് നിന്നെന്ന് വചനത്തിൽ വായിക്കുന്നത് പോലെ ഈ ദിവസങ്ങളിൽ എൻ്റെ ജനം നിൽക്കുവാൻ ആത്മാവ് മർമ്മമായ ദൂത് പറയുകയാണ്. 1, 2, 3 എന്ന അക്കമിടുന്നത് പോലെ ചില വിഷയത്തിന്മേൽ നീക്കുപോക്കും പരിഹാരവും ഈ ദിവസങ്ങളിൽ കണ്ണാലെ കാണുകയും ചെവിയാലെ കേൾക്കുകയും അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അവൻ വെളിപ്പെട്ടു വരുമെന്ന് ആത്മാവ് ഈ പകൽ മർമ്മമായ ദൂത് പറയുകയാണ്. വാഗ്ദത്തങ്ങൾ മുറുകെ പിടിച്ച് യെശയ്യാവ് 54:13 മർമ്മമായ ദൂതാണ്. പ്രാർത്ഥിച്ച് ബലപ്പെടുവാൻ ദൈവാത്മാവ് ദൂത് പറയുകയാണ്. യാക്കോബ് യോസേപ്പിനോട് പറഞ്ഞതുപോലെ ഉൽപ്പത്തി 48:11 നിന്റെ മുഖം കാണുമെന്ന് പോലെ കരുതിയതല്ല, എന്നാൽ നിന്റെ സന്തതിയെയും കൂടെ കാണുവാൻ ദൈവം എനിക്ക് സംഗതി വരുത്തി.
വിലാപപ്പന്തലിടുവാൻ പത്രത്തിൽ ഫോട്ടോ പോലും വരത്തക്ക വിധത്തിൽ അനർത്ഥങ്ങൾ, അപകടങ്ങൾ, ആപത്തുകൾ ഒന്നിനു പിറകെ ഒന്നൊന്നായി എയ്തു വിടുവാൻ വൈരി അണിയറകളിൽ തന്ത്രങ്ങൾ ഒരുക്കിയപ്പോൾ കണ്ണിൽ കൊള്ളേണ്ടത് പുരികത്ത് കൊണ്ട് മാറുന്നത് പോലെ മാറ്റി നീക്കുപോക്ക് തന്നെങ്കിൽ, വലിയ വലിയ വിഷയത്തിനൊക്കെ പരിഹാരം അയച്ചെങ്കിൽ ചെറിയ വിഷയങ്ങൾക്കും നീക്കുപോക്കും പരിഹാരവും നൽകി എൻ്റെ ജനത്തെ വിടിവിക്കുവാൻ ശക്തനെ നീ പകൽ മനസ്സിലാക്കി ആത്മശക്തി ഏറ്റെടുത്ത് ജനം ബലപ്പെടുവാൻ ദൈവാത്മാവ് ദൂത് പറയുകയാണ്. രക്തത്താൽ രക്തത്താൽ ജയം 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 ജയം. അതെ, പരീക്ഷാ ഹോളിൽ കയറ്റത്തില്ല, പേനയും പേപ്പറും പോലും എടുപ്പിക്കത്തില്ല, എക്സാം എഴുതുവാൻ അനുവദിക്കത്തില്ല. ശടിച്ചു വാദിച്ച ശക്തികൾ അതിന് നടുവിൽ പിൻപിൽ പ്രാർത്ഥന, പിൻപിൽ ആരാധന കോട്ടയായതുകൊണ്ട് പലതിലും നീക്കുപോക്ക് നൽകി. ആമേൻ. ഈ ദിവസങ്ങളിൽ എൻ്റെ ജനവും കരഞ്ഞും പ്രാർത്ഥിച്ചും മുൻപോട്ടുള്ള ഗമനാഗമനങ്ങളിൽ ഭാവി ധന്യകരമാക്കുവാൻ അതെ വചനത്തിൻ്റെ വിശുദ്ധി കാത്ത് വചനത്തിൽ ധൈര്യപ്പെട്ട് മുന്നേറുവാൻ ആത്മാവ് മർമ്മമായ ദൂത് പറയുക. ആമേൻ. രണ്ട് നിലയിലാണ് എൻ്റെ ജനത്തോട് പൊരുതുന്നത്. വാഹനാപകടവും തീ കൊണ്ട് പൊള്ളലേൽപ്പിക്കുവാൻ രണ്ട് നിലയിൽ ശത്രു പൊരുതുന്നുണ്ട്. സൂക്ഷിച്ചും വിവേചിച്ചും പ്രാർത്ഥിച്ചും ആവിധ വിഷയങ്ങളിൽ ജയമെടുക്കുവാൻ ദൈവാത്മാവ് ഇന്ന് പകൽ ദൂത് പറയുക. എല്ലാ അനർത്ഥങ്ങളെ, കെടുതികളെ ഫൽസിച്ച് പ്രാർത്ഥിക്കുന്നു. കരമുയർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ മാർഗത്തിൽ വന്നാൽ അവൻ ഏറ്റവും ശ്രേഷ്ഠമായ രോഗശാന്തിയുണ്ട്. അപ്പൊ കോണമ്പ, യമം, മുന്തിരി, അത്തി, മാതള, ഒലിവ്, തേൻ, സ്തോത്രം ഒന്നുകൊന്നുക്ക് മെച്ചവ. സുഭിക്ഷമായിട്ട് ഉപജീവനം കഴിയാവുന്നത് ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം. കല്ല് ഇരുമ്പായിരിക്കുന്നതും മലയുന്ന താമ്രം വെട്ടിയെടുക്കുക. ഇത്ര നല്ല ശ്രേഷ്ഠമേറിയ ദേശമാണ്. ഞാൻ പറയാനുണ്ട്, ഈ പെന്തിക്കോസ് വന്നതാ ഭാഗ്യം. ഈ മാർഗത്ത് വന്നതാ ഭാഗ്യം. സ്തോത്രം. എല്ലായിടത്തും ഞാൻ പറയാനുള്ള കാര്യമാണ്, യോഗ്യമായിട്ട് വസ്ത്രം ധരിക്കാനൊക്കെ ഇടയായത് പലർക്കും ഇതിനകത്ത് വന്നത് കൊണ്ടാണ്. ഇല്ലേ? സത്യം പറ, നിങ്ങൾ സത്യം പറ. എല്ലാവരുടെയും കാര്യമല്ലെങ്കിലും സിംഹഭാഗം ആൾക്കാരും. സ്തോത്രം. ഇപ്പം മനോജ് മാസ്റ്റർക്കും എനിക്കുമൊക്കെ പറയാൻ സാക്ഷ്യമുണ്ട്. പണ്ട് വിമാനം എന്നൊക്കെ എരപ്പ് മാത്രമേ കേട്ടിട്ടുള്ളൂ, അല്ലേ? സ്കൂളിൽ പഠിക്കുമ്പോൾ ജനലിൻ്റെ സൈഡിലായിരിക്കുന്നെങ്കിൽ. പണ്ട് ഞാൻ സ്കൂളിൽ പഠിച്ചപ്പം സാറ് മലയാളം പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. നല്ല ക്ലാസ്സാണ്, നല്ല സാറാണ്, നന്നായിട്ട് അർത്ഥമെല്ലാം പറഞ്ഞ് നല്ല രീതിയിൽ പഠിപ്പിക്കും. അപ്പം ശബ്ദം കേൾക്കാം വിമാനം പോകുന്നത്. ഞാൻ ജനലിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നോക്കി, വിമാനം കാണാൻ മേലെ, എരപ്പ് മാത്രമേ ഉള്ളൂ. അപ്പൊ സാറ് നളചരിതമാ പഠിപ്പിക്കുന്നത്. ഉണ്ണായി വാര്യരുടെ നല്ല പ്രയോഗങ്ങളാണ്, ശ്രദ്ധിച്ചിരുന്നെങ്കിലേ മനസ്സിലാകും. അപ്പൊ സാറ് ചൊല്ലി, ഛലതള് ജങ്കാരം, ചെവികളിൽ അങ്കാരം, കോകില കൂജിതങ്ങൾ, കൊടിയ കർണശൂലങ്ങൾ, കുസുമ സൗരവന്യാസ ഗുഗര സരസൈരിപം, അതിദുഃഖ കാരണം ഇന്ന് ആരാമ സഞ്ചാരണം, മിന്നൽ കൊടി ഇറങ്ങി വരികയോ. അപ്പം ഞാൻ മേലോട്ട് നോക്കുക, വിമാനം വരുന്നുണ്ടോ എന്ന്. സാറ് ചൊല്ലുക, മിന്നൽ കൊടി ഇറങ്ങി വരികയോ, വിധുമണ്ഡലം ഇറങ്ങി ക്ഷതിയിൽ പോരുകയോ, സ്വർണവർണ്ണമാ അന്നം പറന്നിങ്ങി വരികയോ, കണ്ണുകൾക്ക് ഇത് നല്ല പീയൂക്ഷരികയോ. ഞാനും നോക്കി വിമാനം. അപ്പം സാർ എന്നെ കണ്ട് ഞാൻ വെളിയിലോട്ട് നോക്കുന്നത്. സാറത് ചൊല്ലിവെച്ച് പിന്നെ എന്നെ എഴുന്നേൽപ്പിച്ചു. എന്നൊക്കെ സാറന്മാരെ അടിക്കും, സാറന്മാരെ പേടിയ. ഇന്ന് സാറ് പിള്ളേരെ പേടിച്ച് നടക്കുക. ഇപ്പം സാറന്മാരെയും വിശ്വസിക്കാൻ മേലാത്ത കാലം. അത് രണ്ടും കൊണ്ട് ആട്ടെ. പണ്ടൊക്കെ സാറ് വരുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഉടനെ അവിടെ നിന്ന് അങ്ങ് മാറും. സാറ് വരും, സാറ് പോയി കഴിഞ്ഞാൽ നമ്മൾ പോകുന്നു. ഇന്നിപ്പോൾ സാറിനോട് പറയാം, സാറേ സ്റ്റുഡൻറ്റ് വരുന്നു. അയ്യോ എൻ്റെ ദൈവമേ, ഞാൻ സാറ് കടക്കാൻ ചോദിക്കും, അവൻ പോയോ എന്ന് ചോദിക്കും. അങ്ങനത്തെ ഒരു കാലമാണ്. അപ്പം എഴുന്നേക്കാൻ പറഞ്ഞ് എഴുന്നേൽപ്പിച്ചു, നിർത്തി, ചൂരവടിക്ക് അടിച്ചു. വിമാനം കണ്ടോ അതുമില്ല, അടി കൊണ്ട് ഊപ്പാടം വന്ന് എംപോസിഷന് വിട്ടു. നളചരിതം അത്രയും ഭാഗം 101 പ്രാവശ്യം എഴുതി ഊപ്പാട്. അതില്ല, ഞാൻ ഇപ്പോഴും കാണാതെ എത്ര വർഷം കഴിഞ്ഞ്. അല്ല, എന്താ പഠിച്ചിട്ട് വല്ലോ അന്നോ.
രാത്രി മുട്ട നിന്നിങ്ങനെ, ഇപ്പോഴും എനിക്കതറിയാം പാകം എഴുതിയതാ. ചിലതുള്ള ജങ്കാരം ചെവികളിൽ അങ്കാരം ഗോകുല കൂജിതങ്ങൾ കൊടിയ ചൊല്ലി കേൾപ്പിച്ച് പിന്നീട്. അതുകൊണ്ടാണ് വിമാനം കണ്ടുമില്ല, അടിയും കിട്ടി, ഇമ്പോസിഷനും എഴുതി. അഹങ്കാരം പറയല്ല, നെകളം കയറി പറഞ്ഞതുമല്ല, വളരെ വിനയത്തോടെ പറയുകയാണ്. ഈ മാർഗത്തിൽ വന്നതിന് ശേഷം വിമാനത്തിൽ ഇരുന്ന് ഊപ്പാട് വന്നു. നിങ്ങളെല്ലാം വിമാനത്തെ കയറ്റി വന്നല്ലി പറഞ്ഞതിൻ്റെ അർത്ഥം. ഒരു അനുഭവം പറഞ്ഞതേ ഉള്ളൂ. സ്തോത്രം. അതൊരു വിഷയമാണ്. ഇതുപോലെ ഒത്തിരി കാര്യം ഈ മാർഗത്ത് വന്നതാ. സ്തോത്രം. പ്രസംഗിക്കാനൊന്നും അറിയത്തില്ലായിരുന്നു. ഇപ്പോഴും അറിയത്തില്ല. അത് നിങ്ങൾ കേൾക്കുമ്പോൾ അറിയാമല്ലോ. അറിയത്തില്ല. ബൈബിൾ സ്കൂളിൽ പഠിച്ചപ്പോഴേ പ്രസംഗശാസ്ത്രം എന്ന് പറയുന്ന വിഷയമുണ്ട്. അന്ന് ചർച്ച് ഓഫ് ഗോഡിന്റെ ഒരു സീനിയർ പാസ്റ്റർ ആയിരുന്നു അദ്ദേഹം. പിന്നീട് ചർച്ച് ഓഫ് ഗോഡ് വിട്ടുപോയി. പിന്നെ വന്നതൊക്കെ വേറെ വിഷയം. MI ജോസഫ് സാറ് കോഴിക്കോട്ടുകാരനാ. MI ജോസഫ്. അപ്പൊ അദ്ദേഹം പ്രസംഗശാസ്ത്രം എടുത്തപ്പം അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന എല്ലാവരും പ്രസംഗിക്കണം 5 മിനിറ്റ്. അപ്പൊ അതിനൊരു നിയമങ്ങളുണ്ട്. വാക്യം വായിക്കണം, മുഖവര പറയണം, സബ്ജക്റ്റ് ഉണ്ടായിരിക്കണം, പോയിന്റ് ഉണ്ടായിരിക്കണം, ഒത്തിരി ഉണ്ട്. അത് പഠിച്ചിട്ടുള്ളവർക്കറിയാം. എനിക്കാണ് ഇതൊന്നും അറിയാനും മേല. അപ്പം 1-2 സഹോദരന്മാർ പ്രസംഗിച്ച് നന്നായിട്ട് പ്രസംഗിച്ചു. അപ്പം ഈ ഒരാൾ പ്രസംഗിക്കും, ബാക്കിയുള്ളവരെല്ലാം അതിൻ്റെ പോയിന്റ് അപാകത എന്തെങ്കിലും ഉണ്ട് എന്നോട്ട് അത് പറയണം, എന്തൊക്കെ തെറ്റ് ഉണ്ടെന്ന്. എൻ്റെ ഊഴം വന്നു. ഞാൻ അവധി എടുക്കാൻ നോക്കിയതാ, കിട്ടിയില്ല. 5 മിനിറ്റ് തന്നു, പ്രസംഗിച്ചു. എന്തുവാന്ന് ഇപ്പോഴും ഓർക്കുന്നില്ല. പ്രസംഗിച്ചിരുന്ന ഉടനെ സാർ ചോദിച്ചു ഇതിൻ്റെ ന്യൂനതകൾ. ആദ്യം തന്നെ ഒരുത്തർ എഴുന്നേറ്റ് പറഞ്ഞു 5 മിനിറ്റ് കൊണ്ട് ഏതാണ്ട് 64 അല്ലേലൂയാമേൻ പറഞ്ഞെന്ന് പറഞ്ഞു. അല്ലേലൂയാമേൻ തെറ്റല്ല. അപ്പം മനസ്സിലായില്ല എന്നെ പ്രസംഗിച്ചതെന്ന്. അറിയത്തില്ല. എല്ലാവരും ഒന്ന് ചിരിച്ചു. നിങ്ങൾ ചിരിച്ച പോലെ ഒന്ന് ചിരിച്ചു. വലിയ മനപ്രയാസമായി പോയി. അപ്പൊ ചിന്തിച്ചു, ഓ ഇനിയും പ്രസംഗിക്കാനൊന്നും കൊള്ളുകയല്ല, പ്രസംഗിച്ചാവട്ടെ ശരിയാകെ. എന്നാൽ ദൈവഭയത്തോടെ ദൈവകൃപയിൽ ശരണപ്പെട്ട് പറയട്ടെ, അനേക ഇടങ്ങളിലെ അതിന് ശേഷം വലിയ പ്രഗത്ഭനല്ല, അതറിയാം, നിങ്ങൾക്കും അറിയാം, പലർക്കും അറിയാം. എന്നാലും മണിക്കൂറുകൾ ശുശ്രൂഷിപ്പാൻ ദൈവം കൃപ നൽകും. മണിക്കൂറുകൾ. ഞാൻ ദൈവകൃപയെ ശരണപ്പെട്ട് പറയുക. ദൈവകൃപയില് അഹങ്കാരം പറയല്ല, തെറ്റിദ്ധരിക്കരുത്. ഒരു സ്ഥലത്ത് ചെന്ന് ശുശ്രൂഷയ്ക്ക് അവസരം തന്നു. ഇതുപോലെ നല്ല അന്തരീക്ഷം, നല്ല ആള്. 11:30 ആയപ്പോൾ ശുശ്രൂഷയ്ക്ക് സമയം തന്നു. ഞാൻ ആ മാന്യ കർത്തദാസനോട് ചോദിച്ചു, എപ്പം നിർത്തണം? യോഗം ഇവിടെ 4 മണി വരെ യോഗം, പാസ്റ്റർക്ക് ഒക്കുന്നിടത്തോളം ശുശ്രൂഷിക്കും. നന്നായിട്ട് ശുശ്രൂഷിപ്പാൻ ദൈവം കൃപ നൽകി. 11:30 തന്നു, 4:30 വരെ ശുശ്രൂഷിച്ചു. ആരും പോയൊന്നുമില്ല. 1-2 പേര് വെളിയിലോട്ട് ശംഖാഭിഷേകത്തോട് ബന്ധപ്പെട്ട് പോയി. ചിലര് വെള്ളം കുടിക്കാനും ഒന്ന് പോയി. അനേകർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. 4:30 വരെ ശുശ്രൂഷിച്ചു. 4:45 അടുത്തപ്പം അടുത്ത യോഗത്തിന് കൊണ്ടുപോകാൻ ആൾക്കാർ വന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇപ്പം ഈ വിഷയം നിർത്തുക, പിന്നെ അവസരം കിട്ടുമ്പോൾ. പിന്നീട് അദ്ദേഹം എനിക്ക് എൻ്റെ ഉദ്ദേശം ശരിയെങ്കിൽ എൻ്റെ 10-16 യോഗത്തിന് വിളിച്ചു. അപ്പം ആദ്യം വിളിച്ചപ്പോഴേ പറഞ്ഞു, ആ വിഷയം ഒന്ന് തീർത്തേച്ച് നമുക്ക് ഇനി അടുത്ത വിഷയം. ഇതിൻ്റെ എല്ലാം പിമ്പിലെ പ്രാർത്ഥനയാ മെയിൻ വിഷയം. അന്ന് ക്ലാസ്സിൽ എല്ലാവരും ഒന്ന് ചിരിച്ച് 5 മിനിറ്റ് കൊണ്ട് 10-63 ഹല്ലേലൂയാമേൻ പറഞ്ഞല്ലോ. ഞാനും ചിന്തിച്ചോ, കൊള്ളുകയില്ല, മിക്കവാറും ഇത് വിജയിക്കുമെന്ന് തോന്നുന്നില്ല.
എന്നാൽ എനിക്ക് വേണ്ടി അനേകർ പ്രാർത്ഥിച്ചു. അവസരം കിട്ടുമ്പോഴെല്ലാം ഞാനും ഇരുന്ന് ജാഗരിക്കുമായിരുന്നു. ദൈവം കരുണ ചെയ്തു. അതുകൊണ്ട് പ്രസംഗിക്കാനൊക്കത്തില്ലെന്നോ എന്നെ കൊണ്ട് അങ്ങനെ ആർക്കെങ്കിലും ചിന്തയുണ്ടെങ്കിൽ അതൊക്കെ വിട്ട് കളഞ്ഞേച്ച് മുട്ടയിലിരുന്നോണം. തിയോളജി ഒന്നും അധികം ഇറക്കണ്ട. സ്തോത്രം. കണ്ടമാന ഇതിറക്കി വിടണ്ട. വ്യാജ് വെളിപ്പെടുമ്പം BTH കാണിച്ചാവല്ലോ വ്യാജ് പോവോ? ഗോലിയാത്ത് നിന്ന് വെല്ലുവിളിക്കാൻ അന്നേരം പറയാം എൻ്റെ ബീഡി ഉണ്ടാവും, പറയാം അത് കത്തിച്ച് തന്നെ വലിച്ചു പൊക്കോളാൻ പറയും. അഭിഷേകം. എല്ലാറ്റിലുപരി ശരിക്ക് പ്രാർത്ഥിച്ചോണം. ഞങ്ങൾ ബൈബിൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ ഒരു മോഹൻലാൽ പോൾ ഉണ്ടായിരുന്നു. ബ്രാഹ്മണ സമുദായത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന ഒരു സഹോദരന്. കുണ്ടറയിലുള്ളൊരു ഷാജി ഉണ്ടായിരുന്നു. അങ്ങനെ ചില സഹോദരന്മാർ. അപ്പം ഞങ്ങൾ രാത്രിയിലെ മറ്റു സഹോദരന്മാരെല്ലാം ഉറങ്ങിക്കഴിയുമ്പോൾ ഞങ്ങളിരുന്ന് പ്രാർത്ഥിക്കും എല്ലാ ദിവസവും. അതിനല്പം പ്രശ്നമൊക്കെ ഉണ്ടായി, കാരണം ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങണ്ടേ, കുത്തിയിരുന്ന്. അല്പം ഓരോ നിയമങ്ങളുണ്ടല്ലോ. എന്നാലും ചിലർ അനുകൂലമായിരുന്നു. ആ പ്രാർത്ഥന വളരെ എഫക്റ്റ് ആയിരുന്നു. മണിക്കൂറുകൾ പ്രാർത്ഥിക്കും. ഞാൻ ദൈവകൃപയെ ശരണപ്പെട്ട ഉറങ്ങാതിരുന്ന് പ്രാർത്ഥിച്ച് നേരം വെളുപ്പിച്ചിട്ടുണ്ട്. ഇരുന്ന് പ്രാർത്ഥിക്കും, പോരാടി പ്രാർത്ഥിക്കും. ദൈവത്തിന് മകത്. ഇപ്പോഴും അങ്ങനെ ദൈവകൃപയിൽ അവസരം കിട്ടുമ്പോഴൊക്കെ പോരാടി പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചോണം. നിന്നെ ആരും തോൽപ്പിക്കുകയല്ല, ഒരുത്തനും നിന്നെ ജയിക്കത്തില്ല. സ്തോത്രം. അതുവിധം കണ്ടും കേട്ടും നീ ക്ഷീണിച്ചു പോകരുത്. മുഴങ്കാലും മേലിരിക്കണം. ദൈവത്തിന് മഹത്വം. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവി പ്രാർത്ഥിച്ച് ബലപ്പെട്ടോണം. പ്രൈസ് ദി ലോർഡ്. അട ഈ മാർഗത്തിൽ വന്നതായ ഏറ്റവും വലിയ ഭാഗ്യം. സ്തോത്രം. പെന്തിക്കോസുകാരനാന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനവുമാണ്. എവിടെയും പോകുമ്പം പെന്തിക്കോസുകാരനാന്ന് അഭിമാനിക്കുന്ന ആളാണ് ഞാൻ. അതെ, തെറ്റിദ്ധരിക്കരുത്, കുറ്റം പറയുകയല്ല. എൻ്റെ ചെറിയ അനുഭവം പറയാൻ ഉള്ളൂ. ഈ അമേരിക്കയ്ക്ക് പോകാൻ വിസായിക്ക് മദ്രാസ് കോൺസുലേറ്റിൽ ചെന്നു. അപ്പോൾ പോകുന്നതിന് മുന്നേ 1-2 പേര് പറഞ്ഞു, പിന്നെ ടൈയൊക്കെ കെട്ടുന്നതാ നല്ലത്. അവർക്ക് കാണുമ്പോൾ ഒരു ട്രാവൽ ഏജൻസിക്കാരനും പറഞ്ഞു, നമുക്ക് അടുപ്പമുള്ളവരും പറഞ്ഞു. എനിക്ക് വലിയ വിവരമില്ലല്ലോ. ഞാൻ പറഞ്ഞടാ, അന്ന് ഇതില്ല, ഉത്തരീയമില്ല, ഇതുപോലെ വെള്ള ജിബ്ബായും ഉണ്ട്. ഞാൻ പറഞ്ഞു ഈ വെള്ള ജിബ്ബായും മുണ്ട് കൊടുത്തോണ്ട് ഞാൻ അങ്ങോട്ട് ചെല്ലും, ഈ പേപ്പർ അങ്ങോട്ട് കൊടുക്കും. ഞാൻ അമേരിക്കയിൽ പോവുകയോ പ്രസംഗിക്കുകയോ ചെയ്യണമെന്ന് ദൈവത്തിന് വല്ല പദ്ധതി ഉണ്ടെങ്കിൽ അയാൾ വിസ തരും. ഡ്രസ് കോഡൊന്നും മാറ്റുന്നില്ല. ഞാൻ അവിടെ ചെന്നപ്പം നോർത്ത് ഇന്ത്യ ഒക്കെ നിങ്ങളുടെ സ്വാമി എല്ലാം കൂടെ താരം മാറ്റി അവിടെ നിൽക്കുന്നു വിസായിക്ക്. മുടിയെല്ലാം ഇങ്ങനെ എന്താ മുരിങ്ങക്കോല് പരുവത്തില്. അവരത് മാറ്റിയില്ലല്ലോ. മാറ്റിയോ? ദൈവകൃപയാല് അന്നേരം 10 വർഷത്തേക്ക് അടിച്ചു തന്നു. എൻ്റെ തിരുവല്ലയിലെ ട്രാവലിന് ചെന്ന തോമാച്ചനെ, അയാൾ ഇപ്പൊ TPM ഒരിക്കലേ കാനഡയ്ക്ക് പോകാനായിട്ട് സ്പോൺസർ ലെറ്റർ തന്നു. അപ്പം തോമാച്ചൻ്റെ കൊടുത്തത്. അപ്പൊ തോമാച്ചൻ പറഞ്ഞു, പാസ്റ്ററേ ഇത് ലെറ്ററാ, കുറച്ച് പേപ്പറും കൂടെ നമുക്ക് എങ്ങനെയും ഒപ്പിക്കണം. എന്തോ പേപ്പർ? വണ്ടി ഉണ്ടോ? അന്ന് വണ്ടിയില്ല. അതിൻ്റെത്. വസ്തു ഉണ്ടോ? അതിൻ്റെ. പിന്നെ എന്തോ ഏതാണ്ടെല്ലാം പറഞ്ഞു. മാര്യേജ് സർട്ടിഫിക്കറ്റ്, വസ്തുവിൻ്റെ, വണ്ടിയുടേത്, ഏതാണ്ടല്ല അങ്ങാടി മരുന്ന് കുറിച്ച് തരുമ്പോൾ തന്നു.
ഞാൻ പറഞ്ഞു, തോമാച്ച ഇതൊന്നും എൻ്റെ കയ്യിലില്ല. തോമാച്ചൻ ഈ ലെറ്റർ അയക്കണം. കാനഡയിൽ പോകുന്നത് ദൈവം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ വിസ കിട്ടും, ഇല്ലെങ്കിൽ വേണ്ട. പുള്ളി എന്നോട് പറഞ്ഞു, എന്തേലും ഒരു പേപ്പർ. ഞാൻ പറഞ്ഞു, എന്നെ കൊണ്ടൊക്കത്തില്ല, ഒക്കാത്ത കാര്യം. പുള്ളി മനസ്സില്ലാ മനസ്സോടാന്ന് തോന്നുന്നു അയച്ചു. വിസ അടിച്ചു തന്നത് വേറൊരു വിഷയം. നീ പോരാടി പ്രാർത്ഥിച്ചാ മതി. സ്തോത്രം. ഞാനവിടെ വിസയ്ക്ക് നിൽക്കുമ്പോൾ എൻ്റെ മുന്നിൽ നിന്ന പുള്ളി വെണ്ടർ വരുന്നത് പോലെ ഞാൻ പുള്ളി ഒന്ന് നോക്കി, ടൈവൊക്കെ കെട്ടി. ആട് നല്ല മിടുക്കനാ, ഒത്തിരി ഉണ്ട്, ഇതൊക്കെ കൊടുക്കണം. അയാൾ അങ്ങോട്ട് കൊടുത്തപ്പോൾ അവർ അതുപോലെ തന്നെ തള്ളി ഇങ്ങോട്ട് വിട്ട്. കുറ്റമല്ലി പറഞ്ഞത്. ഞാൻ ചിലരുടെ വിശ്വാസത്തിന് വേണ്ടിയാ പറയുന്നത്. പ്രാർത്ഥിച്ചു പൊരുതിക്കോണം. പ്രൈസ് ദി ലോർഡ്. നീ പ്രാർത്ഥനയിൽ പൊരുതണം. ദൈവത്തിന് മഹത്വം. ഒരായുധവും ഫലിക്കത്തില്ല. സ്തോത്രം. അപ്പൊ നല്ലൊരു ദേശത്തേക്കാ ദൈവം നമ്മെ കൊണ്ടുവന്നത്. അത് താഴ്വരയ്ക്കെന്നും മലയ്ക്കെന്നും പുറപ്പെടുന്ന നീരിഴക്കുള്ള ഉറവുകളും തടാകങ്ങളും ഉള്ള ദേശം. ഇതുപോലെ സുന്ദര സുലഭമായ ഒരു ദേശം വേറെയില്ല. ഈ ദേശം ഇവര് നിരസിച്ചു. ആര്? ഇസ്രായേൽ മക്കള്. അതാ മരുഭൂമി തെള്ളിക്കിടാനുള്ള രണ്ടാമത്തെ കാരണം. അവർ മനോഹര ദേശത്തെ നിരസിച്ചു. വായിച്ച മോളെ 24-ാം വാക്യം, 106-24. അവർ മനോഹര ദേശത്തെ നിരസിച്ചു. അവർ മനോഹര ദേശത്തെ നിരസിച്ചു. ദൈവത്തിന് മഹത്വം. നിരസിക്കാനുള്ള സന്ദർഭം നമുക്കറിയാം. ഇവർ യാത്ര ചെയ്ത് മരുഭൂമിയിൽ കൂടി പ്രയാണം ചെയ്ത് കനാൻ നാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് യോർദാൻ ഇക്കരെ വന്നപ്പോൾ 2.5 ഗോത്രക്കാർ പറഞ്ഞ് ഞങ്ങൾ അക്കരയ്ക്ക് വരുന്നില്ലെന്ന് നിരസിച്ചു. 2.5 അവർ വന്ന് മോശയോടും പ്രിയപ്പെട്ടവരോടും പറഞ്ഞു, ദയവ് ചെയ്ത് ഞങ്ങളെ അക്കരയ്ക്ക് കൊണ്ടുപോകരുതെന്ന്. വായിച്ചേ 32-1 മുതൽ വായിച്ചേ. സംഖ്യാപുസ്തകം 32-1 മുതൽ. എന്നാൽ രൂബേന്യർക്കും ആദ്യർക്കും എത്രയും വളരെ ആടുമാടുകളും കന്നുകാലികളും ഉണ്ടായിരുന്നു. അവർ യസേർ ദേശവും ഗിലെയാദ് ദേശവും ആടുമാടുകൾക്ക് കൊള്ളാകുന്ന സ്ഥലം എന്ന് കണ്ടിട്ട് വന്ന് മോശയോട് പുരോഹിതനായ. ഈ കാഴ്ചപ്പാടെല്ലാം തെറ്റി. ഇപ്പോഴത്തെ കാഴ്ചപ്പാട് എങ്ങനാ? ഗിലെയാദ് ദേശവും യസേർ ദേശവും ഒക്കെ ആടുമാടുകൾക്ക് കൊള്ളാകുന്ന സ്ഥലം എന്ന് കണ്ടിട്ട്. അതാ ഇപ്പൊ ആരാധനയ്ക്ക് കൊള്ളാവുന്ന സ്ഥലമെന്നല്ല. ആണോ? അയ്യോ, നല്ല ആരാധനയ്ക്ക് പറ്റിയ സ്ഥലമാ, അങ്ങനാന്നോ? പിന്നെ ആടുമാടുകൾക്ക്. ഈ ഗുണപ്പെട്ട പിള്ളേരെ പഠിപ്പിക്കാൻ എവിടെയില്ല. നമ്മൾ ട്രിച്ചിയിലോ കോയമ്പത്തൂരോ ബാംഗ്ലൂരോ പിന്നെ എവിടാ പോകുന്നത്? എവിടെയായിക്കോട്ടെ. ഇപ്പൊ പിന്നെ എല്ലാവരും കാനഡയ്ക്കും UK-ക്കും ഒക്കെയാ പോകുന്നത്. ആയിക്കോട്ടെ, എവിടെയെങ്കിലും ഗുണപ്പെട്ട പിള്ളേരാണ് ആദ്യം ആരാധനാ സ്ഥലമാ തിരക്കുന്നത്. ആദ്യം വിസ കിട്ടിയാലും കൊള്ളാം, കിട്ടിയില്ലെങ്കിലും കൊള്ളാം, ഇതിലെല്ലാം മുമ്പ് ആദ്യം അവിടെ നമ്മൾ ആരാധനയ്ക്ക് എവിടാ പോകുന്നത്? ഗുണം പിടിക്കാത്തവനാണല്ലോ. അവിടെ ബീച്ച് കാണുമോ? മാഹിയിൽ കുഴപ്പമില്ലെന്നാ? ഗുണപ്പെട്ടവൻ ആദ്യം ആരാധനായിടം തുടങ്ങും. സ്തോത്രം. ഇത് ആരാധനയ്ക്കുള്ള സ്ഥലമാണെന്നല്ല കണ്ടത്. പിന്നെയോ ആടുമാടുകൾക്ക് കൊള്ളാവുന്ന സ്ഥലം. കാരണം ഇപ്പൊ ഇഷ്ടം പോലെ കന്നുകാലിയുണ്ട്. ഇപ്പം ഇത്രയും വർഷം കൊണ്ട് ഇഷ്ടം പോലെ. അന്നിറങ്ങിയപ്പം അധികം ഒന്നുമില്ല. ഒരു പെണ്ണാടും ഒരു മുട്ടാടും. ഏതാ ഇറങ്ങിയ സമയത്ത്? ഇസ്രായേലിന്നേ ഒരു പെണ്ണാട്, ഒരു മുട്ടാട്, ഒരു കുഞ്ഞാട്, പിന്നെ ഒരു തൊട്ടി, ഒരു കൊട്ടി, ഒരു വട്ടി, ഒരു തൊട്ടി, ഒരു കുട്ടി, ഒരു പട്ടി, ഒരു പെട്ടി. അന്ന് ഇത്രയൊക്കെ ഉള്ളു. എല്ലാം ഓരോന്ന് ഇല്ലേ? സാറ് കൊടുത്തിരിക്കുന്ന പ്രയോഗമാണ് ഞാനിപ്പം പറഞ്ഞത്. ആട്ടെ, ചൊല്ലുന്നില്ല. അപ്പൊ അന്ന് ഒരു പെണ്ണാട്, ഒരു കുഞ്ഞാട്,
ഒരു മുട്ടാട്, പിന്നെ ഒരു തൊട്ടി, ഒരു കൊട്ട, ഒരു വട്ടി, ഒരു ചട്ടി, ഒരു പട്ടി, ഒരു കുട്ടി, ഒരു പെട്ടി. ഇറങ്ങിയ സമയത്ത് ഇപ്പം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇഷ്ടം പോലെ പെട്ടി, ഇഷ്ടം പോലെ കുട്ടി, ഇഷ്ടം പോലെ ചട്ടി, ഇഷ്ടം പോലെ തൊട്ടി, ഇഷ്ടം പോലെ ആടുമാടുകളും. ഇപ്പൊ ആരാധന വിഷയമല്ല, ആടുമാടുകളുടെ കാര്യമാണ് വിഷയം. പോച്ച കിട്ടുന്ന ഏരിയയ തപ്പുന്ന. അങ്ങനെ വധയപ്പത്തെ നല്ല സ്ഥലം, ആടുമാടുകൾക്ക് പറ്റിയ സ്ഥലം. മോശയോട് വന്ന് പറഞ്ഞു തന്നെ അടുത്ത വാക്യം. ആടുമാടുകൾക്ക് കൊള്ളാകുന്ന സ്ഥലം എന്ന് കണ്ടിട്ട് വന്ന് മോശയോടും പുരോഹിതനായ എലിയാസനോടും സഭയിലെ പ്രഭുക്കന്മാരോടും സംസാരിച്ചു. അദാരോത്ത്, ദീബോൻ, എസേർ. താഴോട്ട് വായിക്കുമ്പോൾ 5-10 സ്ഥലങ്ങളാ. അടുത്ത വാക്യം വായിച്ചു. യഹോവ ഇസ്രായേൽ സഭയുടെ മുമ്പിൽ ജയിച്ചടക്കിയ ദേശം, ആടുമാടുകൾക്ക് കൊള്ളാകുന്ന പ്രദേശമെന്ന് അടിയങ്ങൾക്കും ആടുമാടുകളുണ്ട്. അടിയങ്ങൾക്ക് ഇപ്പൊ ഇഷ്ടം പോലെ ആ പഴയ പരിവക്കേടൊക്കെ മാറി കേട്ടോ. പണ്ട് വീടില്ലായിരുന്നു, ചെറ്റപ്പരയായിരുന്നു. പണ്ട് പെന്തിക്കോസ് വരുന്ന ആ സമയത്തും ആ കാലയളവില് ചെറ്റപ്പര. എല്ലാവർക്കും ഞാൻ ചിലപ്പോൾ പറയുന്നത് മനസ്സിലാകുകയില്ല. ആനവായം പര എന്നാ ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞ. ആനവായം പര എന്നാന്ന് മനസ്സിലായോ? ഇല്ല. ആനവായം പര ഒറ്റ വാതിലേ ഉള്ളു, ഹാള് പോലെ കിടക്കുക, ബെഡ്റൂം ഒന്നും സെപ്പറേറ്റ് ഇല്ല. അതിന് ആനവായം പര, സമാഗമന കൂടാരം പോലെ ഒരു വാതില്. അതിന്റെ അങ്ങേ മൂലയിലായിരിക്കും അടുപ്പ് കൂട്ടിയേക്കുന്നത്. 2-3 മംഗലവും, ചിലപ്പോ ഒരു വങ്ക് പൊട്ടിയ ചട്ടിയും. ചട്ടിക്ക് മൂടുന്നതുണ്ടല്ലോ, മൂടി അതിന്റെ ആ പിടി അങ്ങ് പോയി. നിങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. സ്തോത്രം. ചാണകം ഇട്ട് മെഴുകിയ തറ, നിലന്തല്ലി കൊണ്ടല്ല അടിച്ചൊതുക്കി. നിലന്തല്ലി എന്നാ ഞങ്ങളുടെ അവിടെ പറയുന്നത്. ഇവിടെ എന്തുവാ പറയുന്നേ? അത് തന്നെ. അടിക്കുന്നതിന് വശമൊക്കെ ഉണ്ട്. അടിച്ചേച്ചൊന്ന് വലിക്കുകയൊക്കെ ചെയ്യണം അല്ലേ? വെള്ളത്തിൽ മുക്കി അടിച്ചൊതുക്കി ചാണകവും തണങ്ങിൻ്റെ ഓലയും ചിലയിടത്ത് ചിരട്ടയൊക്കെ കരിച്ചതും ഒക്കെ ചേർത്ത്. നിങ്ങൾ കേരളത്തിലുള്ളവർ തന്നെ ആണോ? ഒന്നുകൂടെ നോക്കട്ടെ. ചിലരുടെ ഇരുപ്പ പാസ്റ്റർ എനിക്കിതൊന്നും അറിയത്തില്ല, ഞാൻ വിക്ടോറിയ രാജ്ഞിയുടെ അനിയത്തിയാ, പിന്നെ ഈ യോഗം ഇങ്ങനെ ഉള്ളത് കൊണ്ട് ഇങ്ങോട്ടൊന്ന് വന്നെന്നേ. ഞാൻ ഇച്ചിരി പുറകോട്ടൊന്ന് പോയെന്നേ ഉള്ളൂ. സ്തോത്രം. അങ്ങനെ ആ ചെറിയ ആനവായം പറയുന്നിടത്തെല്ലാം ഇപ്പൊ നല്ല നല്ല വീടുകൾ വന്നു. വളരെ നല്ലത് ഇനിയും ദൈവം തരട്ടെ. സ്തോത്രം. പണ്ട് 4 മണി വിട്ട് വന്നാൽ ചിലപ്പോൾ കഴിക്കാനൊന്നും കാണുകയല്ല. സ്കൂളിൽ പോകുന്ന സമയത്തെ 4 മണി പരവേശം എടുത്തായി വരുന്നത്. ഒന്നാമത് ഈ ടീച്ചറുടെ അടിയൊക്കെ മേടിച്ചായി വരുന്നേ. അടിയൊക്കെ മേടിച്ച് ക്ഷീണിച്ചായി വരുന്നത്. വന്ന ഉടനെ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച പറഞ്ഞു. പക്ഷെ വീട്ടിൽ വന്നപ്പോഴേ പെട്ടെന്ന് ഡ്രസ്സ് മാറി വെച്ച് പോച്ച പറിച്ചുകൊണ്ട് വരാനാണ്, ഇല്ലെങ്കിൽ തല്ല് കിട്ടും. പിന്നെ വൈകിട്ട് അത്താഴവാതിരുന്നത്, അതും യഥേഷ്ട ഒന്നും ചിലർക്ക് കിട്ടത്തില്ല. പരാധീനതയുള്ള കാലമല്ലേ. മുട്ടയൊക്കെ പുഴുങ്ങിയ ഒരു മുട്ടയൊന്നും കിട്ടുകയല്ല, ആള് കൂടുതലുണ്ടല്ലോ. അപ്പം മുട്ട അമ്മ 2ആയിട്ട് പൊളക്കും. ചിലപ്പോൾ ഈ എടുത്തു വരുമ്പോൾ ഉണ്ണി തങ്കച്ചന് പോവും. നമുക്ക് ഇപ്പൊ പിന്നെ വെള്ളം മതി. ഇപ്പൊ ആർക്കും അങ്ങനെ ഉണ്ണി. പണ്ടൊക്കെ അതിന് കൊതിച്ചിട്ടുണ്ട്. കോഴിക്കറിയൊക്കെ വെക്കുന്നെങ്കിലും ആവശ്യത്തിനൊന്നും കഴിക്കാൻ കിട്ടുകയില്ല. പഴയ അമ്മമാരില്ലേ, കോഴിയുടെ ഒരു കഷണവും മുഴുത്ത 2 കിഴങ്ങ് കഷണവും. കിഴങ്ങ് വലുതായിട്ട് അതിനകത്ത് ഗ്രേവി. പിന്നെ ഈ ഞാൻ തരംതിരിച്ച് പറയല്ല, അമ്മമാർക്ക് ആൺപിള്ളേരോടൊരു ചെറിയ താല്പര്യമൊക്കെ ഉണ്ട്. പെൺപിള്ളേരെ ഇഷ്ടമില്ലെന്നല്ല, ചിലപ്പം അമ്മയുടെ വീതമായിരിക്കും കഷണം, അത് മോന്
കൊടുക്കും. എന്നിട്ട് അമ്മ ചിലപ്പം, ചില അമ്മമാര് വിളമ്പി വരുമ്പോൾ ഒന്നും കാണുകയില്ല. പിന്നെ അമ്മ അതിഥികളും കൂടെ ഉണ്ടെങ്കിൽ ചിലപ്പം ചോറും തികയുകയില്ല. അതിന് ബുദ്ധിയുള്ള അമ്മമാര് തവിയിട്ട് എടുക്കുകയില്ല. തവി മാറ്റി വെച്ച് കൈകൊണ്ട്, ശബ്ദം കേൾക്കുകയല്ലേ, കൈകൊണ്ട് ഇഞ്ഞെടുക്കും. എല്ലാം തൂത്ത്, പഴയ മംഗലമല്ലേ, മേളും എല്ലാം തൂത്ത് എടുക്കുമ്പം ഇച്ചിരി കാണുകയുള്ളൂ. അത് ചിലപ്പോൾ കറച്ചട്ടിക്കകത്തോട്ടിട്ട്, കുട്ടനാടൻ ഭാഷയാണ് ഞാൻ പറഞ്ഞത്, കൈ കൊണ്ടൊന്ന് വിരകി. ഇരുന്ന് കഴിക്കാനും കൊരണ്ടിയിലോ സ്റ്റൂളിലോ ഇരുന്ന് കഴിക്കാൻ ഇല്ല, സമയവും ഇല്ല, നിന്നോണ്ട് വാരി. അങ്ങനെയുള്ള അമ്മമാരൊക്കെ ഉണ്ട്. അങ്ങനെ വളർത്തിയത്. സ്തോത്രം. ആ സ്ഥിതിക്കെല്ലാം ദൈവം മാറ്റം വരുത്തി. പണ്ട് ഒരാപ്പിള് തിന്നണമെങ്കിൽ പനി വരണം, അല്ലേ? ഒരാപ്പിള് തിന്നണമെങ്കിൽ, അല്ല, എന്നെ ഒന്നും ആപ്പിള് മേടിച്ച് ആര് തരാനാ? പനി വന്നു കഴിയുമ്പം ചിലപ്പോൾ കാണാൻ വരുന്നവരോ വീട്ടിലോ, അതും 1/2 കിലോ ആപ്പിള്. ഞാൻ കുറ്റമല്ല, ചിലർക്ക് ഞാൻ പറയുന്നത് ബോധ്യപ്പെടും. ആ 1/2 കിലോ ആപ്പിള് നമ്മൾ കട്ടിലിന്റെ സൈഡിൽ കൊണ്ട് വെച്ചിട്ട് നമുക്ക് പൂള് തിന്നാനും ഒക്കത്തില്ല. അമ്മയോ വേണ്ടപ്പെട്ടവരോ വന്ന് പകുതി ആദ്യം തരും. അമ്മ അതുകൂടെ അത് വൈകിട്ട് മതി. കാരണം എന്നും 1/2 കിലോ വെച്ച് മേടിക്കാനുള്ള മാർഗം. ഇപ്പോഴത്തെ ഈ കൊച്ചുങ്ങൾക്കൊക്കെ ആപ്പിളും വേണ്ട, നിനക്ക് ആപ്പിൾ വേണോടാ ഇപ്പം, അവന് വേണ്ട, അതാ എനിക്കറിയാം. പിള്ളേർക്ക് ഇപ്പൊ ചിക്കനും ഇപ്പൊ എല്ലാം മന്തിയാ. യോഗത്തിന് വന്നെല്ലാം മന്തി ഇരിക്കും പോലെ ഇരിക്കുന്നേ. ഒരെണ്ണത്തിനൊരു, അല്ലേ, മന്തി ഇരിക്കും. യോഗത്തിന് വന്നതെല്ലാം കരിമന്തി ഇരിക്കും പോലെ. തമാശല്ലി പറയുന്നേ. കഴിച്ച് ആ കോഴി, കൊച്ചുങ്ങളാണെല്ലാം ഈ കോഴി നീയാ തിന്നുന്നത്. യോഗത്തിന് വന്ന ആ വെള്ളക്കോഴി ഇരിക്കുമ്പോല്ല. നിങ്ങൾ ശ്രദ്ധിച്ചേ, നമ്മൾ ആ കോഴിയുടെ ബ്രോയിലർ കോഴി, അതാ നിങ്ങൾ നോക്കി, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, എല്ലാ വെള്ളക്കോഴി ഇരിക്കുമ്പോൾ ഇരിക്കുകയല്ലേ, ഒരു അനക്കമോ. പിന്നെ അങ്ങരിക്കും. പണ്ടത്തെ സ്ഥിതിക്കെല്ലാം ദൈവം മാറ്റം വരുത്തിയെന്ന്. ഇതെല്ലാം ഓർത്ത് നീ ദൈവത്തിന് മഹത്വം കൊടുത്തോണം. ഈ മാർഗത്തിൽ വന്നതാ നിന്റെ ഭാഗ്യം. പണ്ട് ആർക്കുണ്ടായിരുന്നു? സൈക്കിള് പോലും പലർക്കും ഇല്ലായിരുന്നല്ലോ. സൈക്കിള് പോലും ഇല്ലായിരുന്നു. ആകെ കൂടെ കാറുള്ളത് 1 or 2 പേർക്കേ ഉള്ളു കാറ്. നമുക്കുള്ള കാറെന്ന് വെച്ചാൽ മഴക്കാറാ. നല്ല ഓള് കൊള്ളുമ്പോൾ മുറ്റത്തിറങ്ങി മേളിലോട്ട് നോക്കാം, നമ്മുടെ കാറ്. അതെ, കേട്ടിട്ടുണ്ട്. പണ്ട് പെന്തിക്കോസിലെ പഴയ കാശുകാർ ചിലരേ ഉള്ളൂ. അതിൽ 1-2 പേരെ പറ്റി കേട്ടിട്ടുള്ള ഒന്ന് 56 കുഞ്ചാന, പഴയ കാശുകാര്. പിന്നെ കൊട്ടാരക്കര അലൈഡ് ലൂക്കാച്ചാന, വേറൊരു കാശുകാരൻ. പിന്നെ വാകത്താനത്ത് പാതിയപ്പള്ളി കുഞ്ഞമറാച്ചൻ. ഇങ്ങനെ വളരെ വിരളം ആൾക്കാരാ സാമ്പത്തിക ഭദ്രതയുള്ളത്. കുമ്പനാട്ടും പണ്ട് ആകെ 2 പേർക്ക് ആ കാറെന്നാ. ഒന്ന് സാറപ്പച്ചന്, കെ എബ്രഹാം അവർക്ക്. 2 മെഴുവേലി ചെറിയാച്ചനൊരു കാറ്. അത് സ്വീഡൻ സായിപ്പ് അവർ കൊടുത്തതാണ്. 2 കാറ് കപ്പലെ കൊണ്ടുവന്നിറക്കി, അത് കുമ്പനാട്ട് കൊണ്ടുവന്നു. അതിലൊരു കാറ് സാറപ്പച്ചൻ്റെ മകൻ തന്നെ കൊണ്ടുവന്ന് ഇടിച്ച് പോയി. പിന്നെ അദ്ദേഹത്തിൻ്റെ അനുജൻ അതങ്ങ് തിരുവനന്തപുരത്തിന് ലോറിയെ കയറ്റി കൊണ്ടുപോയി. അതൊക്കെ വേറെ ചരിത്രം, പോട്ടെ. ചെറിയാച്ചൻ, മെഴുവേലി ചെറിയാച്ചൻ, KC ചെറിയാച്ചൻ, അതൊക്കെ പിന്നെ ഷാരോ സഭയോട് ബന്ധപ്പെട്ട് നിന്നു. അങ്ങനെയൊക്കെ വളരെ. പിന്നെ TV തോമസിനും കാറുണ്ടായിരുന്നെന്ന. വിരളം ആൾക്കാർക്കാണ്. ഇപ്പൊ കുമ്പനാട് കാറിന്റെ കഴിഞ്ഞ ദിവസവും പത്രത്തിൽ കണ്ടു, പാർക്കിങ് കുമ്പനാട്ട് അനുവദിക്കുകയല്ലെന്ന്. എന്നാത്തിനാന്ന് എന്നോട് ഇപ്പൊ ചോദിക്കരുത്. കാറ് ധാരാളമായി. ആട്ടെ, എല്ലാവർക്കും ദൈവം വണ്ടി തരട്ടെ. പഴയ സ്ഥിതിക്കെല്ലാം ദൈവം മാറ്റം വരുത്തി.
ഞാൻ എല്ലായിടത്തും പറയുന്ന ഒരു കാര്യം ഒന്നുകൂടെ പറയുക. പണ്ട് ചേട്ടാനിയന്മാർ 4-5 പേരുണ്ടെങ്കിൽ എല്ലാവർക്കും ചിലപ്പോൾ ഇട്ടുമാറാൻ ഷർട്ടും കാണുകയില്ല. ചേട്ടൻ ഷർട്ട് തേച്ചു എല്ലാം ഇട്ടേച്ച് കുളിക്കാൻ പോയപ്പോൾ അതിട്ടുകൊണ്ട് അനിയൻ പോയി. അവൻ കുളി കഴിഞ്ഞ് വന്നപ്പോൾ അമ്മ എൻ്റെ ഷർട്ട് കാണുന്നില്ല. ഞാൻ എടുത്തില്ല, ഞാൻ ഇവിടെ തേച്ചിട്ടേക്കുന്നത്. എന്നാ ജോയിക്കുട്ടി ഇട്ടുകൊണ്ട് പോയായിരിക്കും. ജോയിക്കുട്ടി എന്ന് വിളിച്ചപ്പോൾ അവൻ റോഡിൽ ചെന്ന് ഷർട്ട് ഇട്ടുകൊണ്ട് ഉടനെ ചേട്ടൻ ഇളകി. അല്ലെങ്കിലും നീ അങ്ങ് സമാധാനപ്പെട്ടു, അവന് ഇല്ലാഞ്ഞിട്ടില്ല, നീ വേറെ അങ്ങ് എൻ്റെ എല്ലാം പോയി, ഉള്ളതങ്ങ് ഇട്ടുപോ അല്ലേ. ഇപ്പം ജോയിക്കുട്ടിയുടെ ഷർട്ട് തന്നെ എത്ര ഉണ്ടെന്ന് ജോയിക്കുട്ടിക്ക് ഒരു ഏരിയ മുഴുവൻ ഷർട്ടാ അല്ലേ. ചേട്ടനും അങ്ങനായി. ഇതെല്ലാം ഓർത്തോണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം. സഹോദരിമാരോട് ഞാൻ പറയാറുണ്ട്, ചില അമ്മമാരൊക്കെ പറഞ്ഞ് കേട്ടുണ്ട്, പണ്ടൊക്കെ ചിന്തിക്കുമായിരുന്നു നല്ലൊരു സാരി ഉണ്ടായിരുന്നേ ഉടുത്തോണ്ടെന്ന് മാസയോഗത്തിന്. ഇപ്പൊ എത്ര സാരി ഉണ്ട്, ഒരെണ്ണം മാസയോഗത്തിന് വരികയല്ല. സാരി ഇല്ലായിട്ടാണോ? പണ്ട് ചെരുപ്പില്ലായിരുന്നല്ലോ. അയ്യോ, നടന്ന് ഊപ്പാട് വന്ന് അവസാനം കാലേ കല്ല് കാച്ചി അല്ലേ. കല്ല് കാച്ചെന്നാ ഞങ്ങളുടെ അവിടെ പറയുന്നത്. ഇവിടെ എന്നാ പറയുന്നത്? കറുത്ത് പാടുപോലെ ഇങ്ങനെ നിൽക്കുമ്പം പിന്നെ തിരി അടിക്കും, എണ്ണത്തിരി. ചെരുപ്പില്ലെന്ന്. പിന്നെ ആകെ കൂടി ഒരു ചെരുപ്പുണ്ടായിരുന്നു, അത് തേച്ച് പാരകണ്ണിന്റെ അത് തേച്ച് അതിൻ്റെ ആ കാലിൻ്റെ ഉപ്പൂറ്റിയുടെ അവിടെ ഇച്ചിരി തുളയും വീണ് 4 വശവും തേച്ച് യോഗത്തിന് സ്പീഡിൽ ഓടി പെട്ടെന്ന് വന്നപ്പം അതിൻ്റെ വള്ളി പൊട്ടി. പിന്നെ കടയിൽ ചെന്ന് 50 പൈസയ്ക്ക് വള്ളി മേടിച്ച് കുത്തിക്കയറ്റി. ഓർക്കുന്നില്ല ഇതൊന്നും? അതൊന്ന് ജനിച്ചപ്പോഴേ ഷൂവിനകത്തായിരുന്നോ? സ്തോത്രം. എല്ലാം ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കണം. സ്തോത്രം. കാത്തുകൃപയീ കാലം മുഴുവൻ നീ കൈവിടാതെന്നെ കൺമണി പോലെ. കാത്തുകൃപയീ കാലം മുഴുവൻ നീ കൈവിടാതെന്നെ കൺമണി. കലങ്ങിയുള്ളം നീറും നേരം, കലങ്ങിയുള്ളം നീറും നേരം അരികിൽ വന്നേകി ആശ്വാസം, അരികിൽ വന്നേകി. മമ മണാള നിൻ പ്രേമത്താലേ, മമ മണാള നിൻ പ്രേമത്താലേ നിറയുന്നേയനുള്ളം ഇന്നേരം, നിറയുന്നേയൻ. അതിശയമേ യേശുവിൻ സ്നേഹം, ആനന്ദമേ ആയതിൻ ധ്യാനം. അതിശയമേ യേശുവിൻ സ്നേഹം, ആനന്ദമേ ആയതിൻ ധ്യാനം. ആഴമുയരം നീളം വീതി, ആഴമുയരം നീളം വീതി ആർക്ക് ഗ്രഹിക്കാം നിൻ പ്രേമം, ആർക്ക് ഗ്രഹിക്കാം. മമ മണാള നിൻ പ്രേമത്താലേ, മമ മണാള നിൻ പ്രേമത്താലേ നിറയുന്നേയനുള്ളം ഇന്നേരം, നിറയുന്നേയൻ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്ക. ഈ മാർഗത്ത് വന്നതാണ് നമ്മുടെ ഭാഗ്യം. നല്ലൊരു ദേശത്തേക്ക് ആ ദൈവം നിന്നെ കൊണ്ടുവന്നത്. അതുകൊണ്ട് ദൈവമൊക്കെ നിരാശപ്പെട്ടു പോകരുത്, തളർന്നു പോകരുത്. നല്ല ദേശത്തേക്ക് ദൈവം നിന്നെ കൊണ്ടുവന്നു. ഈ ദേശത്തെ ഇവർ നിരസിച്ചു, ഇവർ അക്കരെ വരുന്നില്ലെന്ന് പറഞ്ഞു. മോശയോട് പറഞ്ഞു, ഞങ്ങളെ ദൈവം ചെയ്ത് കൃപയുണ്ടെങ്കിൽ ദയ ഉണ്ടെങ്കിൽ അക്കരയ്ക്ക്. പിന്നെ ഒരു ഉടക്കുണ്ടാക്കാതിരിക്കാൻ മോശ പറഞ്ഞ് ഇക്കരെ താമസിച്ചോളൂ. ഇക്കരെ ആടിനെ തീറ്റാനാ താമസിച്ചത്. ആടിനെ തീറ്റി പിന്നെ പരുവക്കേടായി. പാകം പിന്നത്തേത് വിശദീകരിക്കുന്നില്ല. യേശുവിൻ്റെ കാലം വന്നപ്പോൾ ആടും എല്ലാം പോയി അവസാനം പന്നിയെ തീറ്റാൻ തുടങ്ങി. ഉണ്ടോ? പന്നിയെ തീറ്റില്ല. പന്നി യാതൊരു ബോധമില്ലാത്ത ജാതിയാ
പന്നി. ആ പന്നിക്ക് ഭൂതവും കൂടെ കയറി. എങ്ങനുണ്ട്? ആടിനെ തീറ്റ തുടങ്ങിയതാ, ഒടുവിൽ ഇപ്പം വന്ന് നിൽക്കുന്നത് സുവിശേഷ വേലയല്ല തുടങ്ങിയത്. ഇപ്പം പിന്നെ വേറെ പല വേലകളാ. വണ്ടി കച്ചവടം, മത്ത കച്ചവടം, റിയൽ എസ്റ്റേറ്റ്, ബ്രോക്കർ പണി, അങ്ങനെ പല പല. ഈവൻ പോകുന്നത് വരെ പട്ടിണിയാന്തേലും ബുദ്ധിമുട്ടാന്തേലും ഈ വേലയാ നമ്മുടേത്. പ്രൈസ് ദി ലോർഡ്. ആട്ടെ, ഒന്ന് തെള്ളിയിടാനുള്ള ഒന്നാമത്തെ കാര്യം ആമേൻ ബാൽപെയോറിനോട് ചേർന്നു. രണ്ടാമത്തെ കാര്യം മനോഹര ദേശത്തെ നിരസിച്ചു. ഓടിച്ചവസാനിപ്പിക്കാം. ഒന്ന് രണ്ട് കാര്യം കൂടെ പറയാം. ഇനി ഇവരെ തെള്ളിയിടാനുള്ള മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാരണം, ഇവരെ കൂടാരങ്ങളിൽ വെച്ച് പിറുപിറുപ്പ് നടത്തി. അതാ പ്രധാനപ്പെട്ട ഒരു വിഷയമായി. ഇവര് കൂടാരത്തിൽ വെച്ച് പിറുപിറുത്തു. 25-ാം വാക്യം വായിച്ചേ, 106-ന്റെ. അവർ തങ്ങളുടെ കൂടാരങ്ങളിൽ വെച്ച് പിറുപിറുത്തു. അവർ തങ്ങളുടെ കൂടാരങ്ങളിൽ വെച്ച് പിറുപിറുത്തു. ദൈവത്തിന്റെ മഹത്വം. പിറുപിറുത്തു. ദൈവം ഇഷ്ടപ്പെടാത്ത ഒരു പാപമാ പിറുപിറുപ്പ്. ദൈവമക്കൾ പിറുപിറുക്കരുത്. എപ്പോഴും സംതൃപ്തരായിരിക്കണം. ബുദ്ധിമുട്ട് കാണും, ഞെരുക്കമൊക്കെ കാണും, ഞരക്കമൊക്കെ കാണും, പക്ഷേ അതിന് നടുവിൽ സംതൃപ്തിയോടെ ജീവിച്ചോണം. ദൈവത്തിന് മഹത്വം. പിറുപിറുക്കരുത്. ഇവര് പിറുപിറുത്ത 12 സ്ഥലത്ത് വെച്ചാണ് ഇവര് പിറുപിറുത്തത്. 1-2 സ്ഥലമല്ല, 12 ഇടങ്ങളിൽ വെച്ച് വരിക. അത് 12 പറയണമെന്ന് ആഗ്രഹമുണ്ട്, എങ്കിലും ഞാൻ സമയത്തെ ഭയപ്പെടുന്നതുകൊണ്ട് മുതിരുന്നില്ല. 12 ഇടങ്ങളിൽ വെച്ച് പിറുപിറുത്ത് 10 സ്ഥലത്ത് വെച്ച് ശിക്ഷയും നടത്തി. ഒന്നാമത് ഇവര് പിറുപിറുത്തത് ചെങ്കടൽ തീരത്ത് വെച്ചാ പിറുപിറുത്തത്. പുറകെ ഫറവോന്റെ സൈന്യം വരുന്ന കണ്ട് ഇവര് പിറുപിറുക്കുക. പറഞ്ഞിട്ട് പറയാം, ഇസ്രായേലിൽ ശവക്കുടി ഇല്ലായിട്ടാണോ നീ ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഈ ചെങ്കടൽ കടത്താതെ ദൈവം ഇവരെ വേറെ വഴി കൂടെ കൊണ്ടുപോകാമായിരുന്നു. ചെങ്കടൽ കടക്കാതുള്ള വഴിയുണ്ട്. ആ വഴിയെ പറ്റി ഈ വായിക്കുന്നത് വീതിയുള്ള വഴിയാണ്, വിശാലമായ വഴിയാണ്, വണ്ടി പോകുന്ന വഴിയാ. ആ വഴിയെ ദൈവം വിട്ടില്ല. നമ്മുടെ വഴിയല്ലല്ലോ ദൈവത്തിന്റെ വഴി. വിശാലമായ വഴി, വീതിയുള്ള നല്ല തെരുവുണ്ടായിരുന്നു, നല്ല വഴി. എന്റെ ഭാഷ പറഞ്ഞ നല്ല ഹൈവേ, അതിലെ ദൈവം വിട്ടില്ല. ഇവരെ വേറെ വഴി കൂടെ ദൈവം വിട്ടത്. വായിച്ചേ പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ 17 മുതലുള്ള വാക്യം വായിച്ചേ. ഫറവോൻ ജനത്തെ വിട്ടയച്ച ശേഷം ഫെലിസ്ത്യരുടെ ദേശത്തു കൂടിയുള്ള വഴി അടുത്തതൊന്നും വരികയും, പക്ഷേ ജനം യുദ്ധം കാണുമ്പോൾ അനുദപിച്ച് മിസ്രയീമിലേക്ക് മടങ്ങിപ്പോകുന്നു വെച്ച് ദൈവം തമ്പുരാൻ അവരെ അതിലേക്ക് കൊണ്ടുപോകില്ല. അടുത്തത് ചെങ്കടലിനരികെയുള്ള മരുഭൂമിയിൽ കൂടി ദൈവം ജനത്തെ ചുറ്റി നടത്തി. അപ്പോൾ ഈ വിശാലമായ വീതിയുള്ള വഴി കൂടെ ദൈവം വിട്ടില്ല. ആ വഴി വിടാഞ്ഞതിന്റെ കാരണം അവിടെ ആ വഴിയെ പറ്റി വായിക്കുന്നത് ഫെലിസ്ത്യരുടെ ദേശത്തു കൂടിയുള്ള വഴിയാ, അതിലെ വിട്ടില്ല. അപ്പൊ ചെങ്കടൽ കടക്കാതെ പെട്ടെന്ന് പോകാം ഈ വഴി കൂടെ, അതിലേ വിട്ടില്ല. വണ്ടി പോകുന്ന വഴിയാന്ന് പറയാൻ കാര്യം, യോസേപ്പ് രഥം അയച്ചത് ആ വഴി കൂടാ. മിസ്രയീമിന്നേ രഥം അയച്ചത് ആ വഴി കൂടാ, വണ്ടി പോകുന്ന വഴിയാ. അത് എളുപ്പ വഴിയാ. അതുകൊണ്ട് ആ ബെന്യാമിനെ വിടാതിരുന്നപ്പോൾ പിള്ളേര് ശടിച്ചു, അപ്പനും ശടിച്ചു, വിടത്തില്ല. ഒടുവിൽ ധാന്യമെല്ലാം തീർന്നപ്പോൾ യാക്കോബ് പിള്ളേരോട് ചോദിച്ചു, ഇന്ന് ശാപ്പാടിന് വല്ലതും ഉണ്ടോ? ഇല്ല, എല്ലാം തീർന്നു. ഇവിടെ നമ്മുടെ കാര്യം എങ്ങനെ? അച്ചായൻ ബെന്യാമിനെ വിടാതിരുന്നുകൊണ്ട് അവനെ വിട്ടു തരിക. ഞങ്ങളിപ്പോൾ 2 വട്ടം പോയിച്ച് വരേണ്ട സമയം കഴിഞ്ഞെന്ന്. അതാ എളുപ്പ വഴി. ഞങ്ങളിപ്പോൾ 2 വട്ടം പോയിച്ച് വരേണ്ട സമയം കഴിഞ്ഞു. അത് എളുപ്പ വഴിയാ, വണ്ടി പോകുന്ന വഴിയാ. ആ വഴി ദൈവം വിട്ടില്ല. എന്താ ആ വഴിയെ വിടാഞ്ഞത്? 2-3 കാരണമാണ്. ഈ വീതിയുള്ള വിശാലമായ രാജപാതയെ കൂടെ ദൈവം വിട്ടില്ല. അതിന് ഒന്നാമത്തെ കാര്യം, ചെങ്കടലിന്റെ തീരത്തുകൂടെ അക്കരെ കടത്തിയെങ്കിൽ ഫറവോനി സൈന്യത്തെ മുക്കിക്കൊല്ലാൻ പറ്റൂ. കാരണം എബ്രായ കുഞ്ഞുങ്ങളെ എല്ലാം ഇവൻ കൊന്നേച്ച് നിൽക്കുക. ഇവനെ ഈ ശിക്ഷ കൊടുക്കണമല്ലോ, ചുമ്മാ ഒന്നും കൊടുക്കാനൊക്കത്തില്ല. ഒന്ന് അതാ അതിലേ വിടാതെ ഇതിലേ വിട്ടത്. 2, ഇവരോട് ബന്ധപ്പെട്ട് ഈ വഴി വിടാഞ്ഞതിന്റെ പ്രധാനപ്പെട്ട കാരണത്തിൽ ഒന്ന്, ഇത് ഫെലിസ്ത്യരുടെ ദേശത്തു കൂടിയുള്ള വഴിയാ. അങ്ങനെ അടിച്ചേക്കുന്നത്. അങ്ങനല്ലേ മോളെ വായിച്ചേ? ഫറവോൻ ജനത്തെ വിട്ടയച്ച ശേഷം ഫെലിസ്ത്യരുടെ ദേശത്ത് കൂടിയുള്ള വഴി അടുത്തതാ. അപ്പൊ എളുപ്പ വഴിയാ, അതിലെ വിട്ടില്ല. വിടാഞ്ഞതിന്റെ കാരണം ഇത് ഫെലിസ്ത്യരുടെ ദേശമാ. ഈ ഫെലിസ്ത്യരുടെ ദേശം എന്ന് പറഞ്ഞാൽ വീതിയുള്ള വഴി, ഹൈവേ ഒക്കെയാ. പക്ഷെ ആ വഴി വിടാഞ്ഞത് 2 വശവും ഫെലിസ്ത്യരാ. ഈ രാജപാതയുടെ അല്ലെങ്കിൽ വീതിയുള്ള വഴിയുടെ 2 വശവും ഫെലിസ്ത്യരാ. ദൈവം ഇസ്രായേലിനെ അതിലെ വിടാഞ്ഞതിന്റെ കാര്യം, ഫെലിസ്ത്യരെ പറ്റി പഠിക്കുമ്പോൾ ഇവർ നല്ല കരുത്തന്മാരാ. ഫെലിസ്ത്യര് നന്നായിട്ട് യുദ്ധം ചെയ്യാനറിയാം,
നല്ല നെടുപ്പവും ഉണ്ട്. ഒരുത്തന്റെ നീളം തന്നെ പറഞ്ഞ 6 മുഴവും 1 ഞാൻ നെടുപ്പം. 17:4 വായിച്ചേ. ശൗമേലിന്റെ 1-ാം പുസ്തകം 17:4. ഒരുത്തന്റെ നെടുപ്പം തന്നെ കേമമാണ്. ആയിരം. അപ്പോൾ ഫെലിസ്ത്യരുടെ പാളയത്തുനിന്ന് ഗത്തിനായ ഗോലിയാത്തൊന്നൊരു മല്ലം പുറപ്പെട്ടു വന്നവൻ 6 മുഴം 1 ജാൺ നെടുപ്പും, അവന്റെ തലയിൽ വലിയ താമര ശിരസ്ത്രം, അവൻ 5000 ശെക്കൽ തൂക്കമുള്ള താമര കവചം ധരിച്ചു, അവന് കാൽച്ചട്ടയും ചുമലി താമരം കൊണ്ട് വേലുമുണ്ട്, അവന്റെ കുന്തത്തിന്റെ തണ്ട് നെയ്ത്തുകാരന്റെ പടപ്പതിന് പോലെ, കുന്തത്തിന്റെ അലക് 600 ശെക്കൽ ഇരുമ്പ്, ഒരു പരിചക്കാരൻ അവന്റെ മുമ്പിൽ. ഈ ടൈപ്പ് സാധനം ആ ഫെലിസ്ത്യര്. 6 മുഴം 1 ജാൺ നെടുപ്പും, നല്ല ആയുധധാരികളാ എന്ന് പറഞ്ഞാൽ ഒരു മര്യാദയും മയോ ഉള്ളവന്മാരല്ല ഫെലിസ്ത്യര്. മയോ ഇല്ല, മര്യാദ ഇല്ല. ഇങ്ങനെയുള്ള ഈ കരുത്തന്മാരും ഉഗ്രന്മാരുമാ ഈ രാജവീതിയുടെ 2 വശത്തും പതിയിരിക്കുന്നത്. അപ്പൊ ഇസ്രായേൽ മക്കളെ ആ വഴിയിൽ കൂടെ കൊണ്ടുപോയാൽ പതിയിരിക്കുന്ന ഫെലിസ്ത്യർ ഇവരെ കയറി അറ്റാക്ക് ചെയ്യും, അടിക്കും. അങ്ങനെ കയറി അടിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾക്ക് തിരിച്ചടിക്കാൻ ഒക്കത്തില്ല, അറിയത്തില്ല. കാരണം സംഖ്യാപുസ്തകത്തിലെ ന്യായാധിപന്മാരിലൊക്കെ കൊടുത്തിരിക്കുന്ന പ്രയോഗം, യുദ്ധം അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേൽ മക്കളെ യുദ്ധം അഭ്യസിപ്പിക്കുവാൻ യഹോവ വെച്ച ജാതികളെന്ന. അപ്പൊ ആ വാക്യത്തിന്റെ വെളിച്ചത്തിൽ ഇവർക്ക് യുദ്ധം അറിയത്തില്ല. ഇസ്രായേൽ മക്കൾക്ക് യുദ്ധം അറിയത്തില്ല. ഫെലിസ്ത്യരാണ് നല്ല യുദ്ധം ചെയ്യാൻ കരുത്തുള്ളവന്മാരുവാ. അപ്പൊ യുദ്ധം ചെയ്ത് ശീലിച്ചവര് യുദ്ധം ചെയ്യുന്നവരെ ഫെലിസ്ത്യരുടെ വഴി കൂടെ യുദ്ധം ചെയ്യാത്ത ഇസ്രായേലിനെ വിട്ടാൽ എവര് കയറി അടിച്ചവനെ എല്ലാം തകർക്കും. അത് ദൈവത്തിനറിയാം. അതുകൊണ്ട് വിട്ടില്ല. അതുകൊണ്ട് ഭാരപ്പെടുകയൊന്നും ചെയ്യരുത്. നമുക്ക് ചില വഴി നല്ല വഴിയാന്ന് തോന്നും, വിശാല വഴിയാന്ന് തോന്നും, വീതിയുള്ള വഴിയാന്ന് തോന്നും, പെട്ടെന്ന് ചെല്ലാമെന്ന് നമുക്ക് തോന്നും. പക്ഷേ അതിനകത്തിരിക്കുന്ന കെണികൾ നമുക്കറിയത്തില്ല, ദൈവത്തിനറിയാം. അതുകൊണ്ട് ദൈവം ചിലപ്പോൾ അതിലെ നമ്മളെ വിടുകയില്ല. വിടാതിരിക്കുമ്പോൾ നീ പിറുപിറുക്കരുത്, ക്ഷീണിക്കരുത്, മടുക്കരുത്, തളർന്നു പോകരുത്. നീ സ്തോത്രം ചെയ്തോണം, പറയണം, എൻ്റെ ദൈവം അറിയാതെ ഒന്നും വരത്തില്ല, എൻ്റെ ദൈവം അറിയാതെ ഒന്നും അനുവദിക്കത്തില്ല, എൻ്റെ ദൈവം സമ്മതിക്കാതെ ഒന്നും വരികയില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവർക്ക് യുദ്ധം ചെയ്യാൻ അറിയത്തില്ല. ആർക്ക്? ഇസ്രായേൽ മക്കൾക്ക്. ഇവർക്ക് യുദ്ധം ചെയ്യാൻ അറിയത്തില്ലെങ്കിലും എൻ്റെ ഭാഷ പറഞ്ഞ 2 കാര്യം നല്ലതുപോലെ അറിയാം. ഒന്ന്, കുഴയ്ക്കാൻ അറിയാം നല്ലതുപോലെ. പിന്നെ നല്ലതുപോലെ കുഴയ്ക്കും. നമ്മുടെ സഭകളിലും ചിലർ കയ്യിലോട്ട് ഒരു വിഷയം കൊടുത്തേ നല്ലതുപോലെ അവർക്ക് ആരാധിക്കാനൊന്നും അറിയത്തില്ല, കുഴയ്ക്കാൻ നല്ലതുപോലെ. ഫോൺ ചെയ്യേണ്ടവനെ എല്ലാം ഫോൺ ചെയ്യും, ചെന്ന് കയറേണ്ട വീടാണ്ട് അവിടെ ചെന്ന് സന്ധ്യ കഴിയുമ്പോൾ ചെല്ലും, കുഴയ്ക്കാവുന്നതിൻ്റെ പരമാവധി കുഴച്ച് അടുത്ത കമ്മിറ്റിയിലെ, ഇവിടുത്തെ കാര്യമല്ല, ഇവിടെ കമ്മിറ്റി ഒന്നും ഇല്ലല്ലോ, അത് തന്നെ വലിയ കാര്യം. അയ്യോ വലിയ കാര്യം. ഞങ്ങൾക്കൊരു ചെറിയ കൂട്ടായ്മ തിരുവല്ലയിലുണ്ട്. കാവാലത്ത് കൊണ്ടായിരുന്ന കോവിഡ് കഴിഞ്ഞപ്പോൾ അത് ഒരു ആരാധനയ്ക്ക് ക്രമീകരണമില്ലാത്തതുകൊണ്ട് നിന്നു. അതിൻ്റെ ക്രമീകരണം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം തിരുവല്ലയിലെ കൂട്ടായ്മയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ സെക്രട്ടറിയും കമ്മിറ്റിയും ട്രഷറും ഒന്നുമില്ല. അങ്ങനെ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അടുത്ത് അങ്ങനെയുള്ള സഭകളുണ്ട്, അങ്ങോട്ട് പൊക്കോണം, ഇവിടെ ഇരുന്ന് മെനക്കെടരുത്. പിന്നെ സാമ്പത്തികമായ ചില കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ 2 പേരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ട്രഷറൊന്നും അല്ല, അവർ 2 പേരും ആള് കളിക്കുകയും ചെയ്യരുത്. അതൊക്കെ കണക്കും കാര്യവും കൃത്യമാക്കണം. ഇപ്പോഴത്തെ നിയമങ്ങളുണ്ടല്ലോ, ഇതെല്ലാം ഗവൺമെന്റിനെ അറിയിക്കണം. അപ്പം അതിന് 2 പേരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അത് ആയുഷ്കാലമായിട്ടിരുത്തുകയല്ല, ബാക്കി കാര്യമെല്ലാം പൊതുവെ പറയുക എല്ലാവരോടും ഒന്നിച്ച്. അതുകൊണ്ട് എന്ത് മനോസുഖമാണെന്നറിയാവോ? അതെ, ഭയങ്കര മനോസുഖമാണ്. അങ്ങനെയുള്ള വൈതരണികളൊന്നും ഇത് ചില സഭയിൽ ചെന്നാൽ പാസ്റ്റർക്കായാലും ആള് കളിക്കുന്നത് സെക്രട്ടറിയാണ്. ഇപ്പോൾ സെക്രട്ടറി മുമ്പോട്ട് വന്ന്
അവരാണ് യോഗ വിവരങ്ങൾ കാര്യങ്ങളെല്ലാം എന്തെല്ലാം നല്ലതാ, പക്ഷെ മിക്കയിടത്തും ദോഷമാണ്. എന്നാൽ വളരെ വിനയവും എളിമയും ദൈവകൃപയും ദൈവഭയവും ഉള്ള ധാരാളം ആൾക്കാരുണ്ട്, താനും ഉണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. ഇവർക്ക് രണ്ട് കാര്യം അറിയാം. യുദ്ധം ചെയ്യാൻ അറിയത്തില്ല, രണ്ട് കാര്യം അറിയാം. ഒന്ന്, നല്ലതുപോലെ കുഴയ്ക്കാൻ അറിയാം. ഏതെങ്കിലും വിഷയം കയ്യിലോട്ട് കൊടുത്ത് കുഴച്ച് അന്നേരം ഒറ്റയാഴ്ച കൊണ്ട് കുഴയ്ക്കും. ഒന്ന്, കുഴയ്ക്കാൻ അറിയാം. രണ്ട്, കഴിക്കാനും അറിയാം. കഴിക്കാൻ അറിയാൻ അവര് തന്നെ പറഞ്ഞല്ലോ. നന്നായിട്ട് കഴിച്ച കാര്യം വായിച്ച സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യവും സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യവും. പെട്ടെന്ന് ഇത് കേട്ടപ്പോൾ മോശ കവിണു വീണു. അവൻ കോരഹിനോടും അവന്റെ എല്ലാ പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിന്റെ 3-ാം വാക്യവും സംഖ്യ 11-4. പുറപ്പാട് 16:3. ഇസ്രായേൽ മക്കൾ അവരോട്, ഞങ്ങൾ ഇറച്ചിക്കലങ്ങളുടെ അടുക്കൽ ഇരിക്കും. ഞങ്ങൾ ഇറച്ചിക്കലത്തിന്റെ അടുക്കൽ നന്നായിട്ട് കഴിക്കാൻ അറിയാം. ഇറച്ചിക്കലത്തിന്റെ അടുക്കൽ ഇരിക്കുകയും തൃപ്തിയാകും വണ്ണം ഭക്ഷണം കഴിക്കുകയും ചെയ്യും. നന്നായിട്ട് കഴിക്കാൻ അറിയാം. ഇവര് തന്നെ പറയാ ഞങ്ങൾ കഴിക്കാൻ. അവിയലൊന്നും കൊടുത്താൽ അത്ര താല്പര്യമില്ല. തോരനോടും വലിയ എല്ലാവരുടെയും കാര്യമല്ല. ഇറച്ചിക്കലത്തിന്റെ അടുക്കൽ ഇരിക്കുക, തൃപ്തിയാകും വണ്ണം ഭക്ഷണം കഴിക്കുകയും ചെയ്യും. നന്നായിട്ട് കഴിക്കാൻ അറിയാം. ചോദിച്ച് മേടിച്ച് കഴിക്കും, അതങ്ങനെ വേണം, നല്ലതാ. പക്ഷെ ആത്മീക വിഷയത്തിൽ അത്രയും താല്പര്യമില്ല. പക്ഷെ ആ പാടിയ പാട്ടിൻ്റെ ആദ്യം തന്നെ ചോദിക്കുകയല്ല. ആ പറഞ്ഞ വാക്യം ഞാൻ അങ്ങ് വിട്ടുപോയി, റെഫറൻസ് തരാം, ചോദിക്കുകയല്ല. അതേസമയം ഒന്ന് ചെന്നിരുന്നേ, ഭക്ഷണത്തിനിരുന്നേ ചോദിച്ചു മേടിക്കും. അച്ചാറ്, പപ്പടം, എത്ര കൃത്യമായിട്ടാ പറയുന്നേ അല്ലേ? ആ ബീഫ് ഒലത്തിയത് ക്ലിയർ അല്ലേ? അതേസമയം ഒരു അല്ലേലിയ ക്ലിയർ ആയിട്ട് പറയാം, ഹളലു ഹളലു ഹല്ലേലൂയ അങ്ങനെ പറയത്തില്ല. മറ്റ് വിഷയമെല്ലാം നല്ല, ഇതെല്ലാം ദൈവം കണ്ടുകൊണ്ട് നിൽക്കുക. സ്തോത്രം അങ്ങനെ പറയത്തില്ല. ദൈവം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ രണ്ട് കാര്യം ഇവർക്കറിയാം. ഒന്ന്, കുഴയ്ക്കാൻ അറിയാം. രണ്ട്, കടിക്കാൻ അറിയാം. യുദ്ധം ചെയ്യാൻ അറിയത്തില്ല. ഞാൻ യുദ്ധമെന്ന് ഉദ്ദേശിക്കുന്നത് ആത്മീക യുദ്ധമാണ്. പോരാടി പ്രാർത്ഥിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. പ്രാർത്ഥിക്കാൻ നേരമില്ല, പ്രാർത്ഥിക്കാൻ അറിയത്തുമില്ല, പ്രാർത്ഥിക്കാൻ താല്പര്യവുമില്ല. അപ്പം മറ്റു കാര്യത്തിനെല്ലാം നല്ല താല്പര്യം. സ്ഥലമൊന്നും പറയുന്നില്ല. നമുക്കൊരു സഹോദരനെ അറിയാമായിരുന്നു. ഞങ്ങള് ഒന്നിച്ചു കൂടുമ്പം ഇവനിങ്ങനെ വർത്തമാനം പറയാൻ നല്ല സാമർത്ഥ്യവും ബിരുദം. പറയുന്നൊന്നും നല്ല കാര്യമല്ല, ആവശ്യമില്ലാത്തതില്ല ഈ പറയുന്നത്. അവരുടെ കുറ്റവും ഇവരുടെ കുറ്റവും. അപ്പൊ ഈ വീട്ടിലെ അച്ഛൻ, ഞങ്ങളിടയ്ക്ക് ചിലപ്പോൾ വീട്ടിലെ അച്ഛൻ പറഞ്ഞ്, എൻ്റെ പാസ്റ്റർ ഇവനെ കൊണ്ടങ്ങ് പൊറുതി മുട്ടി, വരരുതെന്ന് പറയുന്നത് എങ്ങനെ? എന്തോ ചെയ്യാൻ, ഇവൻ വന്നാൽ നമുക്ക് വന്ന് വർത്താൻ. നമ്മൾ മറ്റു കാര്യങ്ങൾ, നല്ല കാര്യങ്ങളൊക്കെ പുള്ളി നല്ല അറിവുള്ള മനുഷ്യനാണ്, ലോകപരമായിട്ടും ഒക്കെ നല്ല അറിവ്. അപ്പം പുള്ളിന്ന് ഒത്തിരി കാര്യം പഠിക്കാനുണ്ട്. അപ്പം ഞങ്ങൾ അവസരം കിട്ടുമ്പോൾ പോയിരുന്ന് കേൾക്കും. ഇവൻ വന്ന് അത് കുഴയ്ക്കുക, ഇവൻ വന്ന് വേറെ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അതൊന്നും പൊതുവെ പറയാൻ കൊള്ളുന്നതല്ല. പുള്ളി ഒരിക്കൽ എന്നോട് പറഞ്ഞ്, ഇവൻ വരുന്ന തൊട്ട് ഞാൻ പറഞ്ഞ മാർഗമുണ്ട്, ഇവനെ നമുക്ക് വിടാൻ മാർഗമുണ്ട്. നാളെ എങ്ങനെ, പാസ്റ്റർ ഒന്നും പറഞ്ഞ് അവനോട് പിണങ്ങരുത്, അവൻ വേറൊരു ടൈപ്പാ. ഞാനൊന്നും പറഞ്ഞ് പിണങ്ങത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. പിറ്റേന്ന് ഞങ്ങൾ ചെന്ന് വർത്താനം തുടങ്ങിയപ്പോൾ ഇവൻ വന്നുടനെ ഞാൻ പറഞ്ഞു, ചോദിച്ചാൽ നമുക്ക് കുറച്ച് നേരം പ്രാർത്ഥിക്കാം. അദ്ദേഹം കൂടെ വന്നാട്ടെ നമുക്ക്. ഉടനെ പറഞ്ഞു, എനിക്ക് ഒരു സ്ഥലം വരെ അത്യാവശ്യം പോകണം, നിങ്ങൾ പ്രാർത്ഥിച്ചോ. ഞാൻ പറഞ്ഞില്ല, വാ നമുക്ക് ഇച്ചിരി പ്രാർത്ഥിച്ചു വെച്ചു. അവൻ അന്നേരം പോയി. പിന്നെ ഇവൻ 2-3 പ്രാവശ്യം ഇങ്ങനെ വന്നപ്പോഴും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളുടനെ അങ്ങ് പ്രാർത്ഥനയ്ക്ക് ഇരിക്കുകയും ചെയ്തു. അവനങ്ങ് പോയി. ഞങ്ങൾ പിന്നെ കുറച്ച് നേരം പ്രാർത്ഥിക്കും, അത് കഴിഞ്ഞ് സംസാരിക്കും. ഉണ്ടോ? ചിലതിനെ ഒഴിവാക്കാൻ ഇതേ ഉള്ളു. ചിലപ്പോൾ അതിന് മറുവശം നിങ്ങൾ കുറ്റം പറയുമെങ്കിലും, എനിക്ക് വേണ്ടപ്പെട്ടൊരു പാസ്റ്റർ
അദ്ദേഹം മരിച്ചു പോയി. പഴയ ആളെ PM ഫിലിപ്പ് സാറിൻ്റെ ശിഷ്യനാ. അദ്ദേഹം എന്നോടൊരിക്കൽ പറഞ്ഞു, സഭയെ കുറച്ച് മിടുക്കന്മാരുണ്ട്, പുള്ളി ചെല്ലുന്നതിന് മുന്നേ ഇവരങ്ങ് പ്രാർത്ഥിച്ച് യോഗം തുടങ്ങി. അദ്ദേഹം വലിയ ശുശ്രൂഷകൻ അല്ലെ, അദ്ദേഹത്തിൻ്റെ അനുവാദം കൂടെ വേണ്ടേ, പാസ്റ്റർ ഞങ്ങൾ തുടങ്ങിക്കോട്ടെ, അല്ലെ പുള്ളി പറയുമല്ലോ നിങ്ങൾ തുടങ്ങിക്കോ, അങ്ങനെയൊക്കെയാണല്ലോ ഒരു നടപടിക്രമം. ഇവരൊന്നും കുറച്ച് 1-2 മിടുക്കന്മാരുണ്ട്, അവരങ്ങ് തുടങ്ങി. പുള്ളി ഒന്നും മിണ്ടിയില്ല. പുള്ളിയും ചെന്നിരുന്നു. പുള്ളി വാതക്കലായിരുന്നത്. പുള്ളിയും പിന്നെ പ്രാർത്ഥിച്ചു. എല്ലാവരും ഒടുവിൽ തീരുന്ന മുറയ്ക്ക് പറഞ്ഞു, അച്ചായൻ എന്നാ പ്രാർത്ഥിച്ച് നിർത്താൻ പറഞ്ഞു. പുള്ളി ഒന്നും മിണ്ടില്ല. പുള്ളി ആ വാതിലിൻ്റെ അവിടെ മുട്ടയെ കുത്തി ഇങ്ങനെ നിന്നങ്ങ് പ്രാർത്ഥിച്ചു. ശരിക്കങ്ങ് പ്രാർത്ഥിച്ചു. ഞാൻ ചോദിച്ചു എത്ര നേരം പറഞ്ഞു? ഞാനൊരു 1.25 മണിക്കൂർ പ്രാർത്ഥിച്ചെന്ന്. പ്രാർത്ഥിക്കുന്നല്ല, ഇവർക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്, അവർക്ക് വേണ്ടിയാ. PM ഫിലിപ്പിന്റെ ശിഷ്യനാ. പിന്നെ അവർ വന്ന് പറഞ്ഞു, പാസ്റ്റർ ക്ഷമിക്കണം. പറഞ്ഞ് ഒരു നടത്തിപ്പില്ല എല്ലാത്തിനും. പ്രാർത്ഥന തെറ്റാന്നല്ല, ഇവർക്ക് 2 കാര്യം അറിയാം ഇസ്രായേലിന്. ഒന്ന് കുഴയ്ക്കാൻ അറിയാൻ, 2 കടിക്കാൻ അറിയാൻ. യുദ്ധം ചെയ്യാൻ അറിയത്തില്ല. ആത്മീക യുദ്ധം. നമുക്കൊരു ആത്മീക യുദ്ധമുണ്ട്, നമുക്കൊരു എതിരാളിയുണ്ട്. അത് ബന്ധുക്കളും ചാർച്ചക്കാരും അയലത്തുകാരും മനുഷ്യരാരുമല്ല, പിശാച്. നമ്മുടെ വൈരിക ശത്രുവാകുന്ന പിശാച്, അവനോടാണ് നമുക്ക് യുദ്ധം. ആ യുദ്ധം നടക്കുന്നത് പ്രാർത്ഥനാ മുറിക്കകത്താ. ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കണം. പൗലോസ് പറയുക, സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കണം. ഇവര് പിറുപിറുക്കുന്നത് അത് ദൈവത്തിന് ഇഷ്ടമല്ല, അതുകൊണ്ട് ഇവരെ തെള്ളിക്കിട്ടത്. അത് ആ ഭാഗമൊന്നും അധികം വിവരിക്കുന്നില്ല, ദൈവത്തിന്റെ ഭാഗത്തെ സമയത്തെയും ഭയപ്പെടുന്നല്ലോ. ഒന്ന്, ഇവര് ബാൽപെയോറിനോട് ചേർന്നു, അതുകൊണ്ട് തെള്ളിക്കിട്ടു. 2, ഇവർ മനോഹര ദേശത്തെ നിരസിച്ചു, അതുകൊണ്ട് തെള്ളിക്കിട്ടു. 3, ഇവര് കൂടാരങ്ങളിൽ വെച്ച് പിറുപിറുത്തു. 12 സ്ഥലത്ത് വെച്ചായി ഇവര് പിറുപിറുത്തത്. അതിലൊരു കാര്യമേ ഞാൻ പറഞ്ഞുള്ളൂ. ഇവര് വെറുപെറുത്ത് പ്രശ്നമുണ്ടാക്കിയപ്പോൾ തമ്പുരാൻ മോശയോട് പറഞ്ഞു, മിണ്ടാതിരിക്കാൻ പറ ജനത്തോട്, ഞാൻ വടിയൊരുക്കാൻ പോയാ. തമ്പുരാൻ മോശയോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, വടിയെടുത്ത് നീട്ടാൻ പറഞ്ഞു. മോശ വടിയെടുത്ത് ചെങ്കടലിന്മേൽ നീട്ടി. മാനുഷിക കണ്ണുകൊണ്ട് ജഡീകന്മാർ നോക്കുമ്പോൾ ചിലപ്പോൾ ചിന്തിക്കുക, എടാ ഈ കിളവനെ ഉണക്കക്കമ്പും പിടിച്ചോണ്ട് നിൽക്കുക, ചെങ്കടൽ ഇളകി നിൽക്കുക, പുറകെ പറവോന്റെ സൈന്യം വരുന്നു, 600 ഇരുമ്പ് രഥങ്ങൾ സെലക്ട് ചെയ്തത്, വേറെ അസംഖ്യം, കൈ കിട്ടിയാൽ വെച്ചേക്കുകയല്ല. അന്നേരം മൂപ്പിലാ നിൽക്കുക ഉണക്കക്കമ്പുമായിട്ട്. ഇയൊക്കെ എന്നാ പറഞ്ഞാൽ ഒരു കമ്പുണ്ട്. ഈ ജഡീകനും അനാത്മീകനും ദൈവത്തോട് ബന്ധമില്ലാത്തവന്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ഉണക്കക്കമ്പുമായിട്ട് വല്യപ്പൻ നിൽക്കുന്നു. പക്ഷെ ആത്മക്കണ്ണ് തെളിഞ്ഞ് യെശയ്യാ പറഞ്ഞത്, മോശ വടിയെടുത്ത് നീട്ടിയപ്പോൾ മോശയുടെ വലങ്കൈയുടെ മീതെ യഹോവയുടെ മഹത്വമുള്ള ഭുജം വന്നു. പ്രൈസ് ദി ലോർഡ്. ആത്മക്കണ്ണ് തെളിഞ്ഞവന് കാണാം മഹത്വമുള്ള ഭുജം അതിന്റെ മീതെ നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. മോശയുടെ വലങ്കൈക്ക് മീതെ യഹോവയുടെ മഹത്വമുള്ള ഭുജം വെളിപ്പെട്ടു. ചെങ്കടൽ വായും പിളർന്ന് നിൽക്കുക, വിടുങ്ങാൻ, ഇസ്രയേലിനെ വിടുങ്ങാൻ. അതാ യെശയ്യാ പ്രവചനത്തിൽ വായിക്കുന്നുണ്ട്, യഹോവ മിസ്രയീം കടലിന്റെ നാവിന്, അപ്പൊ ഇത് വിഴുങ്ങാൻ നിൽക്കുക, നാവും വാ പിളർന്ന് ഇസ്രയേൽ മക്കളെ വിഴുങ്ങാൻ. ദൈവം തമ്പുരാൻ ഒരു പരിപാടി ചെയ്തു. തമ്പുരാൻ സ്വർഗത്തിൽ കൗൺസിൽ കൂടി ഒരു ദൂതനോട് പറഞ്ഞു, താഴോട്ടൊന്ന് ചെന്നേക്കാൻ പറഞ്ഞു. അപ്പൊ ഈ ചെങ്കടലിൽ ഇങ്ങനെ വായും പിളർന്ന് നിൽക്കുക, ദൈവമക്കളെ വിഴുങ്ങാൻ. ദൂതൻ ഇങ്ങോട്ടൊന്ന് ഒറ്റ അടി അടിച്ചു. ഒറ്റ അടി അടിച്ചപ്പോ 7 കൈവഴിയായിട്ട് ചെതറി. കാരണം പുറകെ ഫറവോന്റെ സൈന്യം പിടിക്കാൻ വരിക, മുൻപ് ചെങ്കടല്. അതാ പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്, പാസ്റ്റർ, ഞാൻ കുറച്ച് നാളായിട്ട് ചെകുത്താന്റെയും കടലിന്റെ നടുവില. ചെകുത്താൻ പുറകെ വരുന്നു, കടല് വിഴുങ്ങാൻ നിൽക്കുന്നു. അപ്പം ഇതിന്റെ നടുവിൽ പിറുപിറുത്ത് ഇപ്പം മോശ ദൈവത്തോട് നിലവിളിച്ച്, ദൈവം വടിയെടുത്ത് നീട്ടാൻ പറഞ്ഞു. മഹത്വമുള്ള ഭുജം അങ്ങോട്ട് വന്നു. സ്വർഗത്തിലൊരു ദൂതനോട് പറഞ്ഞു, അങ്ങോട്ട് താഴോട്ടിക്കല്ല. കാരണം അവൻ ദൂതന്മാരെ തൻ്റെ അഗ്നിജാലിക തൻ്റെ ശുശ്രൂഷകന്മാരും ദൂതന്മാരെ കാറ്റുകളെ തൻ്റെ ദൂതന്മാരാക്കുമെന്ന ഉഷ്ണക്കാറ്റടിപ്പിച്ചെന്ന ആ വചനത്തിൽ ആ കാറ്റ് ദൂതനാ. കോടി ദൂതന്മാരുണ്ട്, ശക്തിയും ബലവുമേറിയ ദൂതന്മാർ. ഒരു ദൂതനോട് പറഞ്ഞ് താഴോട്ടിക്കല്ലാൻ, ഒരു ദൂതൻ അങ്ങോട്ട് താഴോട്ടിക്കെന്ന് വാ പിളർന്ന് നിന്ന വൈരിക്കിട്ട് ഒറ്റയടി അടിച്ചപ്പം 7 കൈവഴിയായിട്ട് ചെതറുക മാത്രമാണോ, ചെരുപ്പ് നനയാണ് മറുകര കയറ്റി. നിങ്ങളാണ്ട 13-ാം അധ്യായത്തിന്റെ 15 വായിച്ചേ. യെശയ്യാ പ്രവചനം 13-ന്റെ 15 വേഗത്തിലൊന്ന് വായിച്ചേ മോളെ, സമയമായി നിർത്താം.
13:15 ആ താളിഞ്ഞോട്ട് മറിക്കുമ്പോൾ ഇടത്ത് വശത്ത് ആ രണ്ടാമത്തെ ഭാഗം. കണ്ടുകിട്ടുന്നവനെ ഒക്കെയും കുത്തിക്കൊല്ലും. വായിച്ചേ, എനിക്ക് തെറ്റിയതാണ്. വായിച്ചേ. 11:15 എത്രയാ ഞാൻ പറഞ്ഞേ? 13 അല്ല, 11. 11:15. യഹോവ മിസ്രയീം കടലിന്റെ നാവിന് ഉന്മൂലനാശം വരുത്തും. അടുത്തത്, അവൻ ഉഷ്ണക്കാറ്റോടുകൂടെ നദിയുടെ മീതെ കൈ ഓങ്ങി അതിനെ അടിച്ച് 7 കൈവഴികളാക്കി ചെരുപ്പ് നനയാതെ കടക്കുമാറാക്കി. മോശ ഉണക്കക്കമ്പുമായിട്ട് നിൽക്കുന്ന അനാത്മീകന് തോന്നും, ജഡീകന് തോന്നും. പക്ഷേ മോശയുടെ വലങ്കയുടെ മീതെ ദൈവത്തിന്റെ മഹത്വമുള്ള ഭുജം വന്നു. ഭുജം വരിക മാത്രമല്ല, ശക്തിയുള്ള ദൂതനോട് പറഞ്ഞ് താനോട്ടിറങ്ങി അടിക്കാൻ ഒറ്റ അടിയടിച്ചപ്പോൾ 7 കൈവടിയായി ചെതറി. ചെരുപ്പ് നനയാതെ മറകര. ദൈവം നിനക്ക് വേണ്ടി പുത്തൻ വഴി തുറക്കും. ദൈവം തുറന്നാൽ ആരും അടക്കത്തില്ല. ശത്രുവിന്റെ ഇഷ്ടത്തിന് ദൈവം നിന്നെ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. നീ പട്ടുപോകാൻ ദൈവം അനുവദിക്കത്തില്ല. അതുകൊണ്ട് പിറുപിറുക്കരുത്. എല്ലാത്തിനും സ്തോത്രം ചെയ്തോണം. പിറുപിറുക്കരുത്. ദൈവത്തിന് മഹത്വം. ഒരു വാക്യവും കൂടെ വായിച്ച് എൻ്റെ വാക്കുകൾ ഇന്ന് അങ്ങ് നിർത്താം. ഞാൻ ഈ ഭാഗം സംസാരിക്കുമ്പം ഇവരെ തെള്ളിയിടാനായിട്ട് 37 കൂട്ടം കാര്യമുണ്ട്. അതിൽ ഇപ്പം 3-4 കാര്യമേ പറയുന്നുള്ളൂ. ബാക്കി ദൈവം അനുവദിക്കുന്നെങ്കിൽ, നിങ്ങൾക്കും സമയവും സന്ദർഭവും ഒക്കെ ലഭിക്കുകയാണെങ്കിൽ, കർത്താവ് അനുവദിക്കുകയാണെങ്കിൽ എന്നെങ്കിലും എവിടെ വെച്ചെങ്കിലും നമുക്ക് ചിന്തിക്കാം. ഇപ്പം ഗുണമാകാനാന്ന ഈ 3-4 പോയിന്റ് മതിയല്ലോ. സ്തോത്രം. ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. ഒന്ന്, തെള്ളിയിടാനുള്ള കാര്യം, ഇവർ മനോഹര ദേശത്തെ നിരസിച്ചു. 2 തെള്ളിയിടാനുള്ള കാര്യം, ഇവര് ബാൽപയോറിനോട് ചേർന്നു. 2 മനോഹര ദേശത്തെ നിരസിച്ചു. 3 കൂടാരങ്ങളിൽ വെച്ച് പിറുപിറുത്തു. 4-മത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്താം. തെള്ളിയിടാനുള്ള കാര്യം, കണ്ടമാനം ഇവരങ്ങ് മോഹിച്ചു. 14-ാം വാക്യം വായിച്ച 106:14. മരുഭൂമിയിൽ വെച്ച് അവർ ഏറ്റവും മോഹിച്ചു. എത്ര കിട്ടിയിട്ടും തൃപ്തി വരുന്നില്ലല്ലോ. മോഹമല്ലേ, ആഗ്രഹം, ആശ, അഭിലാഷം, ഇങ്ങനെ തൃഷ്ണയാ. എത്ര കിട്ടിയിട്ടും മടി വരും. ഈ ദൈവമക്കളോടൊരു കാര്യം പറയാ, ആശ കണ്ടമാനം അകത്ത് കയറിയാ നീ കോഴയും. ആശ, അപ്പുറത്ത് വീട്ടിൽ താമസിക്കുന്ന ആശയുടെ കാര്യമല്ല പറഞ്ഞേ, ആഗ്രഹമേ. ആശ അകത്തോട്ട്. സൈമൺ സാറ് കൊടുത്തിരിക്കുന്ന പ്രയോഗം, ചങ്ങലയിലും ആശ ചങ്ങല ഭയങ്കരം. ചങ്ങല ഭയങ്കരമാ, അതിലും ഭയങ്കരമാ ആശ ചങ്ങല. ചങ്ങലയിലും ആശ ചങ്ങല ഭയങ്കരം. ചങ്ങലത്തളപ്പിങ്ങൾ നിൽക്കും ഏകത്രപത്തൻ. ആശ ചങ്ങല കൊണ്ട് ബന്ധിക്കൽ അളർക്കൻ പോലാശകൾ തോറും ഓടി നടക്കുമെന്ന്. അതിനാൽ ആയുഷിന്റെ നശ്വരതയും പാപകൃതിയും വിഷയഭോഗങ്ങളാലിൽ ഒരു തൃപ്തി. വ്യാഖ്യാനിക്കുന്നില്ല. ചങ്ങലയിലും ആശ ചങ്ങല ഭയങ്കരം. ചങ്ങലത്തളപ്പിങ്ങൾ നിൽക്കും ഏകത്രപത്തൻ എന്ന് പറഞ്ഞ എത്ര ഇടഞ്ഞ മതം പൊട്ടിയ കൊമ്പനാനെയും ചങ്ങലക്കിട്ട അവിടെ നിൽക്കും. അരിക്കൊമ്പനാന്നേലും അവിടെ നിൽക്കും. ഉച്ചവലം കെട്ടി ചങ്ങലക്കിട്ട ഏത് അരിക്കൊമ്പനാന്നേലും. പക്ഷെ ആശച്ചങ്ങല കൊണ്ട് ബന്ധിക്കിൽ അളർക്കൻ പോൽ ആശകൾ തോറും ഓടി നടക്കും. ആശച്ചങ്ങല കൊണ്ട് ബന്ധിച്ച് അളർക്കൻ പേപ്പട്ടി നടക്കുമ്പോൾ നടക്കും. അളർക്കൻ എന്ന് പറഞ്ഞാൽ പേപ്പട്ടി, കുക്കുരം പട്ടി. അളർക്കൻ പേപ്പട്ടി. ആശച്ചങ്ങല അകത്തോട്ട് കയറിയ പേപ്പട്ടി നടക്കും പോലെ എന്ന് പറഞ്ഞാൽ സ്വസ്ഥതയില്ലെന്ന്. ദൈവമക്കൾക്ക് ഇങ്ങനെയുള്ള ആശകൾ കയറരുത്. ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങി വരുന്ന ഉയർച്ചകളെ, വിചാരങ്ങൾ പിടിച്ചടക്കണം. ആത്മാവിൽ ബലപ്പെടണം. ഇവർക്ക് ഒത്തിരി മോഹം. എത്ര കിട്ടിയിട്ടും തൃപ്തി വരുന്നില്ലല്ലോ. പൂന്താനം പണ്ടൊരു വരി പറഞ്ഞ അർത്ഥം, എത്ര വളരെ ഉണ്ടാകലും തൃപ്തിയാക മനുഷ്യൻ ഒരു കാലം. 10 കിട്ടുകൾ 100 മതിയെന്ന്, ശതമാകുകൾ സഹസ്രം. എത്ര കിട്ടിയിട്ടും മതി വരുന്നില്ല. ദൈവമക്കൾ സംതൃപ്തരായിരിക്കണം. ഞാൻ സഭയിലുമൊക്കെ പറയും, ഈ കിട്ടാത്തതിന് കടന്ന് പിറുപിറുക്കാതെ കിട്ടിയതിനെല്ലാം നന്ദി പറ. ആയുസ് തന്നല്ലോ, ആരോഗ്യം തന്നല്ലോ, ബലം തന്നല്ലോ, ശക്തി തന്നല്ലോ, അവസരങ്ങൾ തന്നല്ലോ, അതിനങ്ങ് സ്തോത്രം പറ. ഇവര് കണ്ടമാനം അങ്ങ് മോഹിച്ചു. ഈ പല ദൈവമക്കളും പറയുന്നൊരു കാര്യം പറയാം. ചെല്ല് പറയാനുണ്ട്, ഞങ്ങൾ ഇന്നതിന് പ്രാർത്ഥിച്ചു ദൈവം തന്നു, ഇന്ന വിഷയം പ്രാർത്ഥിച്ചു ദൈവം തന്നു, ഇന്ന വിഷയം ദൈവത്തിന് അതിലൊക്കെ ഞങ്ങൾ ചോദിച്ചതിനെല്ലാം ദൈവം ഞങ്ങൾക്ക്
മറുപടി നൽകി. എനിക്ക് അങ്ങനത്തെ സാക്ഷ്യം കേൾക്കുമ്പോൾ വെപ്രാളമാണ്. അതോടെ പറഞ്ഞങ്ങ് നിർത്താം. ഞങ്ങൾ ഇന്ന വിഷയത്തിന് പ്രാർത്ഥിച്ചു, ദൈവം തന്നു. ഇന്ന വിഷയം പ്രാർത്ഥിച്ചു, ദൈവം തന്നു. ഇന്ന കാര്യം പ്രാർത്ഥിച്ചു, ദൈവം തന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചതിനെല്ലാം ദൈവം ഞങ്ങൾക്ക് ഇന്ന വണ്ടി, ഇന്ന വീട്, ഇന്ന ജോലി, ഇന്ന സാലറി, കല്യാണം, അതൊക്കെ നല്ല കാര്യമാണ്. ഞങ്ങൾ പ്രാർത്ഥിച്ചതിനെല്ലാം ദൈവം ഞങ്ങൾക്ക് മറുപടി നൽകി. ഞങ്ങൾ ചോദിച്ചതെല്ലാം ദൈവം ഞങ്ങൾക്ക് തന്നു. എനിക്ക് അങ്ങനത്തെ സാക്ഷ്യം കേൾക്കുമ്പം വെപ്രാളമാണ്. നിങ്ങൾ എന്നോട് ചോദിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരു ചിന്തയുണ്ട്, ഞങ്ങൾ പ്രാർത്ഥിച്ചതിനില്ല, ഞങ്ങളുടെ ദൈവം മറുപടി തനിക്ക് എന്നാ ഇത്ര വെപ്രാളം. നിങ്ങൾ ചോദിക്കുന്നില്ലെങ്കിലും മുഖം കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഉപവസിച്ച് പ്രാർത്ഥിച്ച വിഷയത്തിനൊക്കെ ഞങ്ങളുടെ ദൈവം മറുപടി പറയുമ്പോൾ തനിക്ക് എന്നാ ഇത്ര മറുപടി. എനിക്ക് വെപ്രാളം വരാൻ നിങ്ങളോട് വൈരാഗ്യം ഉണ്ടായിട്ടോ നിങ്ങളുടെ വിഷയങ്ങൾ നല്ലതായതുകൊണ്ടോ ചീത്തയായതുകൊണ്ടല്ല. എനിക്ക് വെപ്രാളം വരാൻ വേറൊരു വാക്യം എൻ്റെ അകത്തിരിക്കുന്നത് കൊണ്ടാണ്. ഇപ്പം വീണ്ടും നിങ്ങൾക്ക് എന്നോടൊരു ചോദ്യം, ഇയാളെ വെപ്രാളപ്പെടുത്തുന്ന വാക്യം ഏതാ? മറുപടി കേൾക്കണോ? ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയത്തിനൊക്കെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദൈവം മറുപടി വരുമ്പോൾ തനിക്ക് ഇത്ര വെപ്രാളം. എനിക്ക് വെപ്രാളം വരാൻ കാര്യം വേറൊരു വാക്യം എൻ്റെ ഹൃദയത്തിൽ മതിക്കുന്നു. അപ്പം നിങ്ങളുടെ ചോദ്യം, ഇയാളെ വെപ്രാളപ്പെടുത്തുന്ന വാക്യം ഞങ്ങളോടും കൂടെ പറയാം. മോള് വായിച്ചേ, 15-ാം വാക്യം വായിച്ചോ. 106-15. എല്ലാവരും ഇങ്ങോട്ട് ഇത് കാണിക്കരുത് മോനെ, ഇപ്പൊ ഇത് കാണിക്കരുത്, ഇത് വേറൊരു വാക്യം, ഇത് കാണിക്കണ്ട, ഞാൻ പറയുമ്പോൾ കാണിച്ചാൽ മതി. മോള് വായിച്ചേ 15-ാം വാക്യം. അവർ അപേക്ഷിച്ചത് എല്ലാവരും ഇങ്ങോട്ട് നോക്കിയേ. അവർ അപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തു. അവൻ അവർക്ക് കൊടുത്തു. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, കമന്ന് കിടക്കാതെ ഇങ്ങോട്ട് നോക്കുന്നു. യോഗം നിർത്താൻ പോവുക. അവർ അപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തു. അങ്ങനെയാണല്ലോ ഇപ്പം ഇന്ന വണ്ടി, ഇന്ന വണ്ടിയുടെ കളർ വരെ വെച്ചാ പ്രാർത്ഥിക്കുന്നത്. നല്ല കാര്യമാണ്. അതിന് ഗർഭം ധരിക്കുക എന്നൊക്കെയാ ഉപദേശങ്ങളൊക്കെ വന്നത്. ഒരു വീട് വേണേ ഇത്ര ബെഡ്റൂം, അതൊക്കെ എഴുതി വെച്ച് വരച്ച് വെച്ച് പ്രാർത്ഥിക്കണം. ഞാൻ എതിരല്ല, നല്ലതാ. കല്യാണം അമേരിക്ക തന്നെ വേണം, ആയിക്കോട്ടെ, സൂക്ഷ അങ്ങനെ വന്നു. ജോലി ഇന്ന ജോലി എഴുതി വെച്ച് കിട്ടി. സാലറി 5 അക്ക നമ്പർ സാലറി, ഓക്കെ, നല്ലത്, 6 അക്ക വായിക്കോട്ടെ, എല്ലാം കിട്ടി. അതാ അവിടെ വായിക്കുന്നത്. അവരപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തു. നോക്കിയേ, അവരപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തു. നല്ല വിടുതലിന്റെ സാക്ഷ്യം. ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ പാസ്റ്റർമാരും പറയും, കരമുയർത്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ, ഹല്ലേലൂയ, ഒരിക്കൽ കൂടെ ഹല്ലേലൂയ. ആ ദൈവദാസൻ, ആ ദൈവദാസിക്ക്, ആ സഹോദരന്, സഹോദരിക്ക് അവർ പ്രാർത്ഥിച്ചതിന് ദൈവം മറുപടി കൊടുത്തതിനായി നല്ല കാര്യം. അവരപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തു. അടുത്ത വാക്യവും കൂടെ വായിക്കണം, അതാ വെപ്രാളം. എങ്കിലും അവരുടെ പ്രാണന് ക്ഷയമയച്ചു. അതാ വെപ്രാളം. അവരപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തു. ചേർത്ത് വായിക്കണം. എങ്കിലും അവരുടെ പ്രാണന് അവൻ ക്ഷയമയച്ചെന്ന്. അതാ എനിക്ക് വെപ്രാളം. എന്നെ കേൾക്കുന്ന മാന്യ സഹോദരി സഹോദരന്മാരെ, ദൈവദാസന്മാരെ, ഒരു കാര്യം വചനത്തിന് വെളിച്ചത്ത് പറയാ. നീ പ്രാർത്ഥിച്ചതിനല്ല മറുപടി കിട്ടിയില്ലെങ്കിലും നിന്റെ പ്രാണൻ ക്ഷയിക്കാത്തതാ നല്ലത്. നീ ചോദിച്ചതിനെല്ലാം മറുപടി കിട്ടിയില്ലെങ്കിലും നിന്റെ പ്രാണനം ക്ഷയിക്കാത്തതാ നല്ലത്. വേണമെങ്കിൽ ഇനി പ്രാർത്ഥിക്കുമ്പോൾ ഒക്കുന്നെങ്കിൽ ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിയിര്. ഒക്കുന്നെങ്കിൽ എൻ്റെ കർത്താവേ, എൻ്റെ പ്രാണന് ക്ഷയം വരുന്നൊന്നും എനിക്ക് വേണ്ട. ഒന്നുകൂടെ തെളിച്ച് പറയാ, എൻ്റെ ആത്മീകത്തിന് ഭംഗം ഉണ്ടാക്കുന്ന ഒന്നും എനിക്ക് വേണ്ട. ദൈവദാസന്മാരോട് പറയാ, ശുശ്രൂഷയ്ക്ക് ഭംഗം ഉണ്ടാക്കുന്ന ഒന്നും നമുക്ക് വേണ്ട. കൂട്ടായ്മയ്ക്ക് ഭംഗം ഉണ്ടാക്കുന്ന ഒന്നും വേണ്ട. അത് വീടാന്നേലും വണ്ടിയാന്നേലും വസ്തുവാന്നേലും ജോലിയാന്നേലും അയാൾ പൊസിഷൻ ആന്നേലും എൻ്റെ ആത്മീകത്തിന്, ശുശ്രൂഷകൾക്ക്, ആരാധനയ്ക്ക്, കൂട്ടായ്മയ്ക്ക് ഭംഗം ഉണ്ടാക്കുന്ന ഒന്നും നമുക്ക് വേണ്ട. പൂയപ്പള്ളി സഭയോട് പറയാ, ഇന്ത്യ പെന്തക്കോസ്ത് പൂയപ്പള്ളി സഭയോട്, ഈ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന സകല പ്രിയപ്പെട്ടവരോട് പറയാ, ഈ ഒടുവിലത്തെ ഈ ദിവസങ്ങളിലെ ഇന്ന് ഓർപ്പിക്കട്ടെ, നീ പ്രാർത്ഥിച്ച വിഷയത്തിനൊക്കെ മറുപടി കിട്ടിയില്ലെങ്കിൽ നിന്റെ പ്രാണൻ ക്ഷയിക്കാത്തതാ നല്ലത്. നീ പട്ടുപോകാത്തതാ നല്ലത്.
അവ അനേകർ ചിലപ്പം വിടുതല കിട്ടിയെന്ന് പറയും, അത് പറഞ്ഞോട്ടെ. പക്ഷെ നിന്റെ വിഷയത്തിനെല്ലാം വിടുതല കിട്ടിയില്ലെങ്കിലും നിന്റെ പ്രാണൻ ക്ഷയിക്കാത്തതാ നല്ലത്. ഇന്ന് രാവിലെ ഈ പകൽ ഒരു തീരുമാനമെടുക്ക്. എന്റെ ദൈവമേ, എന്റെ ശുശ്രൂഷയ്ക്ക് ഭംഗമുണ്ടാക്കുന്നതൊന്നും എനിക്ക് വേണ്ട, എന്റെ ആരാധനയ്ക്ക് ഭംഗമുണ്ടാക്കുന്ന ഒന്നും എനിക്ക് വേണ്ട. ഒരു തീരുമാനമെടുക്ക്. ആരും പട്ടുപോകരുത്, ആരും പട്ടുപോകരുത്, ആരും നശിച്ചു പോകരുത്. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പാടാ. ആ പഴയ പാട്ടിന് 2 ചരണങ്ങൾ പാടിയാൽ മതി, സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ട്. അടുത്ത ദിവസമൊക്കെ ആ ദൈവദാസന്മാരിൽ കൂടി വിലപ്പെട്ട വചനങ്ങൾ കേട്ട് ആത്മാവിൽ ബലപ്പെടുവാൻ അവസരം ദൈവം തരട്ടെ. 2 ശീലി പാടാം. മനോഹരമായ കനാൻ ദേശമേ, മനോഹരമായ അതേ എനിക്കഴിയാത്തൊരവകാശമേ, അതേ എനിക്ക് എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാര എന്നെ കടന്നു പോയി, ആനന്ദമേ പരമാനന്ദമേ കാനാൻ ജീവിതം എനിക്കാനന്ദമേ, കാനാൻ ജീവിതം എനിക്കാനന്ദമേ. എൻ സങ്കടങ്ങൾ ദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പാടാം. ഇന്നലെ പകലും വൈകിട്ടും ഇന്നേ പകലും ഇവിടെ വന്ന് ശുശ്രൂഷിപ്പാൻ ദൈവം കൃപ നൽകി ക്ഷണിച്ച ബഹുമാന്യ കർത്തദാസനും സഭയ്ക്കും നന്ദി. ഓർക്കുന്ന സമയം എളിയവനെയും കുടുംബത്തെയും ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിക്കുന്നു. എല്ലാവരോടും അപേക്ഷിക്കുന്നു. കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങാം. ദൈവമാരെ മരുഭൂമിയിൽ തള്ളിയിടാതെ എല്ലാവരും അങ്ങ് നിത്യതയിലെത്തുവാൻ ദൈവം കൃപ നൽകട്ടെ എന്ന് ആശീർവദിച്ചും പ്രാർത്ഥിച്ചും എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ കണ്ണിലടയ്ക്ക്